സംസാരിക്കാൻ അവസരം തന്നു. ഞാൻ ഒത്തിരി നിങ്ങളുള്ള ഫെലോഷിപ്പൊക്കെ എൻജോയ് ചെയ്തു. നിങ്ങളും അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. ആണോ അല്ലയോ? നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടോ? അന്ന് ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്, ഈ അഭിഷേകം പ്രാപിക്കാനും ഒരു ഉണർവ് ആരംഭിക്കാനൊക്കെ ഒരു സെക്കൻഡ് മതി. ഒരു സെക്കൻഡ് കൊണ്ട് സംഭവിക്കും. പക്ഷെ നമ്മളിൽ ആരംഭിച്ച ഉണർവിനെ നിലനിർത്താൻ ഒത്തിരി വർഷം നമ്മൾ വില കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, ഒരു മൂവ്മെന്റ് നടക്കുമ്പോൾ നമ്മളെല്ലാം അതിനകത്തുണ്ട്, മനസ്സിലായില്ലേ? പക്ഷെ അതിന് വില കൊടുത്തതിനെ സൂക്ഷിക്കണം. അഭിഷേകം നമ്മളെ സൂക്ഷിക്കത്തില്ല, നാം അഭിഷേകത്തെ സൂക്ഷിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരു ഇരിക്കാൻ പറ്റുമോ? ഇരുന്നോ അവിടെയൊക്കെ നിങ്ങളെ നിൽക്കാൻ പറ്റുന്ന സൗകര്യം പോലെ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മൂവ്മെന്റ് നടക്കുന്നു, ഒരു ദൈവപ്രവർത്തനം നമ്മൾ കണ്ടു. അതൊന്നും അല്ല പ്രിയപ്പെട്ടവർ, അതൊന്നുമല്ല, ജസ്റ്റ് ഒരു സംഭവം തുടങ്ങിയതേ ഉള്ളൂ. പക്ഷെ അതിനെ നിലനിർത്താൻ, നിങ്ങൾ ആരംഭിച്ച ദൈവപ്രവർത്തനം നിലനിർത്താൻ നിങ്ങൾ ഒത്തിരി വില കൊടുക്കുന്നുണ്ട്. അതിന് നിങ്ങൾ ഒക്കുമെങ്കിൽ നിങ്ങൾക്ക് ദൈവരായത്തിൽ പ്രയോജനപ്പെടാൻ പറ്റും. മനസ്സിലാന്നുള്ള പറയുന്നത്. അല്ലെങ്കിൽ ചുമ്മാ അത് നമ്മളെല്ലാവരും വന്നു കൂടി ഹായ് ബൈ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെട്ട് പോവാം. കർത്താവിന്റെ കൂടെ നടക്കുന്ന പറഞ്ഞാൽ ഒരു പാടുള്ള കാര്യമല്ല. ഒരു ക്രിസ്ത്യാനിയാകുമെന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് ഒന്നും ഒരു കാര്യമല്ല. ഞാൻ പറഞ്ഞു, ഞാൻ വളരെ ഫ്രീ ആയിട്ട് അല്പസമയം സംസാരിക്കാൻ. ഞാൻ എൻ്റെ 20ാമത്തെ വയസ്സിലാണ് ഞാൻ യേശുവിനെ അറിയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഞാൻ പഠിക്കാൻ പോയ സ്കൂളിൽ ഞാനിന്ന് ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ വിമേഷ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. വിമേഷ് ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്നൊരു സഹോദരൻ. ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഞങ്ങളുടെ കൂടെ താമസിക്കുന്ന സഹോദരനായിരുന്നു. അപ്പൊ അവൻ ഹോസ്റ്റലിലുള്ളപ്പോൾ ഞങ്ങൾക്കറിയാം, ദാനിയേലിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ അഭാവം ഓർത്തത്. അവൻ ഹോസ്റ്റലിലുള്ളപ്പോൾ ഞങ്ങൾ ഒരു കുരുത്തക്കേട് നടക്കത്തില്ല. ഞങ്ങൾ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ വിമേഷ് ഞങ്ങളുടെ ക്ലാസ്സിൽ ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ, ഞങ്ങളുടെ റൂമിൽ വന്നാൽ ഞങ്ങളെല്ലാം നല്ല കുട്ടികളാണ്. അവന്റെ ലൈഫിൽ അവന്റെ മുമ്പിൽ വെച്ച് ഞങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അവന്റെ മുമ്പിൽ വെച്ച് ഞങ്ങൾക്ക് പാവം ചെയ്യാനോ ഞങ്ങൾക്ക് ഒരു സിനിമ പാട്ട് പാടാനൊന്നും പറ്റത്തില്ല. വളരെ സ്വാധീനിച്ചൊരു സഹോദരനായിരുന്നു. നമ്മുടെയൊക്കെ മുമ്പിൽ വരുമ്പോ നമ്മുടെ ആളുകൾക്കൊന്നും പറ്റാതാണ്. അതുപോലെ അഭിഷേകം നമ്മുടെ ഒരു വ്യാപനം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതെന്നെ വളരെയായിട്ട് ചലഞ്ച് ചെയ്ത ഒരു സഹോദരനായിരുന്നു. പിന്നെ രണ്ടാമത് അനില എന്ന് പറയുന്ന ഒരു സഹോദരിയെ എന്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം, പുള്ളിക്കാരത്തി വിശ്വാസത്തിൽ വന്നു. അവളുടെ ലൈഫ് വളരെ വളരെ ശക്തമായിരുന്നു. പുള്ളിക്കാരത്തെയൊക്കെയാണ് ഞങ്ങളെ വിശ്വാസത്തിൽ കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ വിശ്വാസത്തിൽ വന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ ആദ്യം വിശ്വാസത്തിൽ വരുന്നത് ഞങ്ങളുടെ മർത്തോമ കുടുംബത്തിലാണ്. അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും ആദ്യം വിശ്വാസത്തിൽ വരുന്നത് ഞാൻ. എനിക്കൊന്നും അറിയത്തില്ല, ഇന്നലെ സ്നാനപ്പെട്ടൊന്നും എനിക്കറിയത്തില്ല. പാസ് പറഞ്ഞ ഭാവിയെ സ്നാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഞാനേ സ്നാനപ്പെട്ടു. മനസ്സിലായി? നമുക്കിതൊന്നും ഗൗരവം എന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല സ്നാനപ്പെട്ടു. നിങ്ങൾ പലരും നിൽക്കുന്ന പോലൊക്കെ. മനസ്സിലാവുന്നു? സ്നാനപ്പെടണമെന്ന് പറഞ്ഞാൽ സ്നാനപ്പെട്ടു. പാസ് പറഞ്ഞ് പെട്ടെന്ന് അഭിഷേകം പ്രാപിക്കണം എന്ന് പറഞ്ഞു. നമുക്കത് അന്ന് നമുക്ക് അറിയാം അഭിഷേകം പ്രാപിക്കണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അഭിഷേകമൊക്കെ പ്രാപിച്ചു. എങ്കിലും ഞാൻ പറഞ്ഞു, അന്ന് ആദ്യം ഇതിന്റെ ഒരു കാര്യം മനസ്സിലായില്ല. പിന്നെ ജോലിയൊക്കെ വിടുന്ന സാഹചര്യം വന്നപ്പോൾ ജോലി കിട്ടു. അന്നെല്ലാം ഒരു പെന്തക്കോസ്ത് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയാൻ പറഞ്ഞ പെന്തക്കോസ്ത് സെറ്റപ്പ്. കർത്താവ് ആരാന്നോ യേശു ആരാന്നോ ഒന്നും നമുക്ക് അറിയത്തില്ല. മനസ്സിലാവുന്നു? അവിടെ അച്ഛൻ പറഞ്ഞു കേട്ടു, ഇവിടെ പാസ് പറഞ്ഞു കേട്ടു. പാസുമാരെല്ലാം കൂടെ പണങ്ങൾ കേട്ടു. അവിടെ അച്ഛൻ പറഞ്ഞു കേട്ടു, ഇവിടെ പാസ് പറഞ്ഞു കേട്ടു. പക്ഷെ കർത്താവുമായിട്ടൊരു ബന്ധത്തെ ബിൽഡ് ചെയ്യാൻ അവരാരും ആഗ്രഹിച്ചിരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ സമയത്തൊക്കെ എന്റെ ഏറ്റവും വലിയൊരു ഒരു 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 ഞാൻ എവിടെ പറഞ്ഞു തോന്നുന്നു, ഈ പാസുമാരുടെ കൂടെ പോകും. ഞാൻ അവരുടെ വണ്ടിയൊക്കെ ഓടിച്ച് അവരുടെ കൂടെ പോകും. എനിക്കറിയണം അവരുടെ ഈ വിജയ രഹസ്യം എന്താണെന്ന് അറിയണം. ഭയങ്കരമായിട്ട് പ്രയോജനപ്പെടുന്ന ആൾക്കാരുടെ വിജയ രഹസ്യം അറിയണം. അപ്പൊ ഞാൻ അങ്ങനെ ഒരു അപ്പച്ചന്റെ കൂടെ ദീർഘവർഷങ്ങൾ ഉണ്ടായിരുന്നു. അപ്പച്ചനോട് ഞാനിങ്ങനെ ചോദിച്ചു, അപ്പച്ചൻ എങ്ങനെ പ്രയോജനപ്പെടുന്നു? അപ്പച്ചൻ പറഞ്ഞു, മോനെ നിന്നെ കൊണ്ടൊക്കത്തില്ല, നിന്നെ കൊണ്ടൊക്കത്തില്ല. എന്താ കാര്യം? എനിക്ക് 8 മണിയാകുമ്പോൾ വിശക്കുന്നതാണ്. 8 മണിയാകുമ്പോൾ എനിക്ക് വിശക്കും, പാസ് ചെയ്യാൻ ഒക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, ഒരു വർഷം 4 പ്രാവശ്യം കൊണ്ട് 40 ഇരിക്കണം. ഞാൻ ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആയി. 7 ദിവസം പോലും ഇരിക്കാൻ നമുക്ക് ഒക്കാതാണ്. 40 വർഷം 4 പ്രാവശ്യം ഇരിക്കണമെങ്കിൽ നമ്മൾ പ്രയോജനപ്പെടത്തില്ല. പിന്നെ ഒരു ദിവസം 8 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കണം. നമുക്കൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എല്ലാം തീർന്നു. നമ്മുടെ തുടക്കത്തിന്റെ കാര്യം പറഞ്ഞു. മനസ്സിലായോ? ഇതൊക്കെയായിരുന്നു നമ്മുടെ ആരംഭം. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്റെ കർത്താവ് നടക്കത്തില്ല, നമ്മളിങ്ങനെയൊക്കെ അങ്ങ് പോകും. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴേ മക്കളെ ഈ യേശു ആരാണ് വ്യക്തിപരമായിട്ട് മനസ്സിലായി. അപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മുടെ പ്രാർത്ഥനയോ നമ്മുടെ വലിയ സെറ്റപ്പോ ഒന്നും അല്ല നമ്മളെ നിൽക്കുന്നത്. കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുക.
മനസ്സിലാകുന്നു? നമ്മൾ ഈ ഒത്തിരി വിശുദ്ധം കളിക്കാൻ പോകുമ്പോഴാണ് വിശുദ്ധനാകാൻ പറ്റാത്തത്. സിമ്പിളായിട്ട് അത് നിന്നു കൊടുത്താൽ മാത്രം മതി. മനസ്സിലാവുന്നുണ്ടോ? അത് ഒരു ഭയങ്കര ഒരു സുഖ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പറയാം. ഈ യേശു പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളി, നിങ്ങൾ കൊമ്പുകളോ എന്ന് പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 15. അപ്പൊ എന്റെ ശരീരത്തിൽ ഈ ശരീരത്തിൽ ഈ കൈ അതിനകത്ത് വശിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇത് കൊണ്ട് ഫിറ്റ് ചെയ്യാൻ നോക്കിയാൽ നടക്കത്തില്ല. പക്ഷെ നാച്ചുറലി ഈ കൈ ഇതിനകത്തുണ്ട്. ഓക്കെ, അതല്ല പാനൊന്നും വേണ്ട, സാരമില്ല. പിന്നെ വലിയ തണുപ്പൊന്നുമില്ല. ചൂടുണ്ടോ? അപ്പൊ നമ്മൾ ഈ കർത്താവിനകത്ത് കയറി അങ്ങ് വസിക്കുക എന്നൊക്കെ പറഞ്ഞത് അത് നമ്മൾ ആർട്ടിഫിഷ്യലി ചെയ്യാൻ പോകുമ്പോഴേ പ്രശ്നം. അത് നാച്ചുറലി നമ്മളിൽ മാറണം. അപ്പൊ ഈ കൈ ഈ ശരീരത്തിനകത്ത് നാച്ചുറലി ഉള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ വിരല് ഈ കൈക്കകത്ത് നാച്ചുറലി ഉള്ളതാണ്. ഇപ്പൊ ഈ കൈക്ക് ഇതിനകത്ത് നിൽക്കാൻ എന്തെങ്കിലും പാടുണ്ടോന്ന് വരും? ഒരു പാടുമില്ല. മനസ്സിലാകുന്നു? എന്ന് പറഞ്ഞ പോലെ സ്വാഭാവികമായി നമ്മൾ കർത്താവിലാണ്. നമ്മൾ 40 ഇരുന്നൊക്കെ കയറാൻ നോക്കുമ്പോഴാണ് നടക്കാറ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഒത്തിരി വിശുദ്ധം കളിക്കാൻ പോകുമ്പോഴാണ് നടക്കാറ്. നമ്മളുടെ എല്ലാ പരാജയങ്ങളും യേശുവിനെ അറിയാൻ പറ്റും. നമ്മളെ കർത്താവ് അറിയിക്കുന്നത് അപ്പൊ നമ്മുടെ പ്രകൃതി അറിയുന്നുണ്ട്, അവരുടെ നേച്ചർ നമുക്കറിയാം. എനിക്ക് എന്റെ സ്വഭാവം അറിയത്തുള്ളൂ. കർത്താവിന് ആ സ്വഭാവം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് കർത്താവിനറിയാം. മനസ്സിലാകുന്നുണ്ടോ? ആ സ്വഭാവം ഉണ്ടാകാനുള്ള കാരണം ദൈവത്തിനറിയാം. അപ്പൊ യേശുവിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഭയങ്കര പ്രത്യേകത ഞാൻ പറയാം. യേശുവിന്റെ തെരഞ്ഞെടുപ്പ്, യേശുവിന്റെ ശിഷ്യന്മാർ യേശു തെരഞ്ഞെടുത്തപ്പോ ഈ നിക്കോദിമോസ് എന്ന് പറഞ്ഞ ഒരാളെ യേശുവിന്റെ അടുത്ത് വന്നു. നിക്കോദിമോസ് വന്നോടനെ യേശു പറയാണ്, ഇവൻ സാക്ഷാൽ ഇസ്രായേലുകാർ, ഇവൻ ഒരു കപടമില്ല. വായിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചു, എങ്കിൽ പിന്നെ എന്താ അവനെ ശിഷ്യനാക്കാൻ? ഞാൻ ഇത്രയും നല്ല ക്വാളിറ്റി കണക്കാക്കി അല്ലേ? ശിഷ്യനാക്കിയോ ഇല്ലയോ? ആക്കിയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും ക്വാളിറ്റി ഉള്ള ആളെ ശിഷ്യനാക്കിയില്ല അവരന്മാരെ. പിന്നെ ആരാ ശിഷ്യനാക്കിയത്? എടുത്തിയാട്ടക്കാരനായ പത്രോസ്. എന്താ കാര്യം എനിക്ക് മനസ്സിലായത്? കർത്താവിന് പണിയാൻ പറ്റുമെന്ന് തോന്നുന്നവനെ മാത്രമേ കർത്താവ് പിടിക്കൂ. നിങ്ങൾക്ക് എന്ത് ഗുരുത്തക്കറുണ്ടാവട്ടെ, നിങ്ങളുടെ ജീവിതം എത്ര തോറ്റതായിക്കോട്ടെ, എത്ര വമ്പൻ പരാജയത്തിൽ നിങ്ങൾ കിടക്കുന്നവരായിക്കോട്ടെ, പക്ഷെ കർത്താവിന് പണിയാൻ പറ്റും എന്നൊരു ബോധ്യം കർത്താവിന് കിട്ടിയാൽ നിന്റെ തോൽവി കർത്താവിന് വിഷയമല്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതാ വിഷയം. നമ്മൾ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും അല്ല യേശു നിൽക്കുന്നത്. നമ്മുടെ സഹോദരന്മാരല്ല, നമ്മുടെ പിള്ളേരെല്ലാം ചർച്ചിനകത്ത് പോവാറ്. കാര്യം നമുക്ക് കിട്ടേണ്ട സാധനം നമുക്ക് കിട്ടുന്നില്ല ചർച്ചിൽ പലപ്പോഴും. ഞങ്ങളുടെയൊക്കെ ചർച്ചിലെ പിള്ളേരുടെ കാര്യം പറഞ്ഞേ, നിങ്ങളുടെയൊക്കെ കാര്യം അങ്ങനെ ആയിരിക്കത്തില്ല. നമുക്ക് കമ്മിറ്റി വേണ്ട, നമുക്ക് വേറെ ഒരു സാധനവും വേണ്ട. നമുക്ക് നമ്മുടെ വിഷയത്തെ തുടർന്ന് ചില സംഗതികൾ കിട്ടണം. നമ്മുടെ വിഷയത്തെ പലരും തൊടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് കർത്താവിന് നമ്മളെ അറിയും. നമ്മളങ്ങ് ഫ്രീ ആയിട്ട് നിന്ന് കൊടുത്ത് ഈ നിക്കോദിമോസ് പോലെ ഒത്തിരി പേര് നമ്മുടെ സഭയിലുണ്ട്. കർത്താവ് പറയും, എനിക്ക് ഒരു നിക്കോദിമോസിനെ വേണ്ട, എനിക്ക് ഈ ചില കുരുത്തക്കടങ്ങ് കാണിക്കുന്ന പത്രോസിനെ മതി. വേണ്ടുന്നില്ല. കാര്യം എനിക്ക് അവനെ പണിയാൻ പറ്റും. എന്നെ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ പണിയാൻ ദൈവത്തിന് പറ്റുമെന്ന് കർത്താവിന് ബോധ്യമായ ദൈവം നിങ്ങളെ വിളിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ നിങ്ങളെ പിടിച്ചിരുത്തിക്കുന്നതിന് കാരണം അപ്പൊ ഈ പ്രായത്തില് യവനെടുത്ത് പോയി വിശുദ്ധനാവണമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ? യവൻ നിൽക്കുന്ന സംഭവം വേറെ ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഒത്തിരി വിശുദ്ധി കളിക്കാതെ എന്തുവാ പറയാൻ വന്നത്, നമ്മുടെ ലൈഫിൽ കർത്താവിന്റെ ഒരു സ്ഥാനമൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുവാണ്. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് നിങ്ങളെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കും. കർത്താവ് നിങ്ങളെ ഭയങ്കരമായിട്ട് പ്രയോജനപ്പെടുത്തും. മനസ്സിലാവുന്നല്ലോ പറയുന്നത്. ഒന്നിട്ട് കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനാണ് ഞാൻ ലൈഫിനകത്ത് ഏറ്റവും വലിയ വഴിത്തിരിവുള്ള ഒന്ന് സംഭവം നിങ്ങളോട് ഓർമ്മിപ്പിക്കാനായിട്ട് തോന്നുന്നു. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചു. ബൈബിൾ സ്കൂളിൽ പുറത്തിറങ്ങി, ജോലി വിട്ടെല്ലാം പുറത്തിറങ്ങി. ഞാൻ പുറത്തിറങ്ങി ഒരു സാധാരണ ശുശ്രൂഷ ചെയ്തിരിക്കുകയാണ്. വലിയ എക്സ്ട്രാ ഓർഡിനറി ശുശ്രൂഷ ഒന്നും പറയാനില്ല. സാധാരണ അന്നും പ്രസംഗിക്കാൻ എന്തെങ്കിലും കുറവ് വന്നു. ചെറിയ പ്രസംഗങ്ങളൊക്കെ പ്രസംഗിച്ച് മുമ്പോട്ട് പോകും. 2006 ഞങ്ങളൊരു പാസ്റ്റേഴ്സ് കോൺഫറൻസ് ഞങ്ങൾ പങ്കെടുത്തു. എന്റെ ലൈഫിന്റെ വഴിത്തിരിവ് ഒന്നാണ്. പാസ്റ്റേഴ്സ് കോൺഫറൻസ് സംബന്ധിക്കുമ്പോൾ അവിടെ 500 പേരുണ്ട്. രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഞങ്ങൾ ഇരിക്കുക. അന്ന് ഒരു ദൈവാസം പ്രസംഗിച്ചിട്ട് ലാസ്റ്റ് ചോദിച്ചു. അതായത് അന്ന് ഞാൻ ഒരു പുതിയ നിയമത്തിന്റെ പ്രസംഗം കേൾക്കുന്നു. ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്ന പുതിയ നിയമത്തിന്റെ പ്രസംഗം അദ്ദേഹം ഡോക്ടർ ജോൺ എന്ന അദ്ദേഹത്തിന്റെ പേര്. നിങ്ങൾ ചിലർക്ക് അറിയായിരിക്കും ഡോക്ടർ ജോണിനെ. മനസ്സിലാവുന്നു? ഡോക്ടർ ജോൺ എന്ന് കേട്ടിട്ടുണ്ടോ? ഓക്കെ, അദ്ദേഹത്തെ നിങ്ങൾ എനിക്ക് എന്റെ അടുത്ത സ്നേഹിതനാണ്. അന്ന് ഞാൻ ന്യൂ ടെസ്റ്റ്മെന്റ് മിനിസ്ട്രി എന്നൊരു സംഭവം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു. ഞങ്ങളുടെ ചർച്ചയിൽ കേട്ടത് മുഴുവൻ പോരാട്ടം, ബന്ധനം,
എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ലാസറിനെ എഴുന്നേൽപ്പിക്കും, എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്കും മൊർദെഖായിയെ കൊല്ലും. ഇതേ ഉള്ളായിരുന്നു ഈ പുതിയ നിയമം എന്നൊരു സാധനം. മനസ്സിലായോ? അതിന്റെ ഇമ്പോർട്ടൻസ് സങ്കീർത്തനമല്ലാതെ സങ്കീർത്തനത്തിനകത്തെ കളി, യെശയ്യാവ്, ദാവീദ്, ഗോലിയാത്ത്, എന്റെ നമ്മുടെ ആരുടെയും കുഴപ്പമല്ല. ഇതിനകത്തായിരുന്നു നമ്മുടെ മൊത്തം ലൈഫ് നിന്നത്. അതിന്റെ ഇടയിലാണ് ആദ്യമായിട്ട് സൺഷിപ്പ്, പുത്രത്വം വിഷയം കേൾക്കുന്നത്. എന്റെ ലൈഫിൽ ആദ്യത്തെ 5 വർഷത്തെ സ്കൂളിൽ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കേൾക്കുന്ന പ്രസംഗം പുത്രത്വം, സൺഷിപ്പ്. ഞാൻ ദൈവം ഇങ്ങനെയൊക്കെ പ്രസംഗം ഇതിനകത്തുണ്ടോ? ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ പുള്ളി ഒരു ചോദ്യം ചോദിച്ചു. സ്പിരിച്വൽ ഫാദർ എന്നൊരു കൺസെപ്റ്റ് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്ന വിഷയം, സ്പിരിച്വൽ ഫാദർ. അദ്ദേഹം ചോദിച്ചു, നിങ്ങളിൽ എത്ര പേർക്ക് ഒരു സ്പിരിച്വൽ ഫാദർ ഉണ്ടെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ചിന്തിച്ച്, എന്റെ അന്ന് വരെയുള്ള ധാരണ, എന്നെ സ്നാനപ്പെടുത്തിയ പാസ്റ്റർ എന്റെ സ്പിരിച്വൽ ഫാദർ എന്നായിരുന്നു എന്റെ ധാരണ. നിങ്ങൾ ചിലരുടെയും ധാരണ അങ്ങനെയായിരിക്കാം. പക്ഷെ അന്ന് എന്റെ ധാരണ തെറ്റി. കാരണം അച്ഛന്റെ പേര് ഞാൻ പറഞ്ഞു, ലിനു ബ്രദറിന് എത്ര മക്കളാ ഉള്ളേ? മൂത്താളുടെ പേരെന്താ വെച്ചാ? ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. അബിഗയിൽ നാളെ അങ്ങ് വളർന്ന് അമേരിക്കയിലെ പ്രസിഡന്റ് ആയിരുന്നെങ്കിരിക്കട്ടെ, അച്ഛൻ അസൂയ തോന്നുന്നു. കാരണം എന്താ? നിങ്ങളുടെ മോള. അതാ വിഷയം. നീ എത്ര വളർന്നാലും അസൂയപ്പെടാത്ത അപ്പം നിന്റെ മകനുണ്ടോ? സ്പിരിച്വൽ വേണ്ടി മനസ്സിലാവുന്ന പറഞ്ഞു. നീ എത്ര വളർന്നാലും, നീ എത്ര ടാലന്റഡ് വളർന്നു വരും, ഒട്ടും അസൂയല്ലാതെ നിന്റെ വളർച്ചയെ സന്തോഷിക്കുന്ന ഒരു സ്പിരിച്വൽ ഫാദർ നിനക്കുണ്ടോ? ഇനി പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നമ്മളിൽ പലർക്കും ഈ സാധനമില്ല. ഞാൻ പറഞ്ഞില്ല, എന്നെ സ്ഥാനപ്പെടുത്തിയ പാസ്റ്ററായിരുന്നു എന്റെ ഫാദർ എന്നായിരുന്നു ഞാൻ ചിന്തിച്ചത്. പക്ഷെ പതിയെ എന്നുള്ള ശുശ്രൂഷകൾ പതിയെ ചലിക്കാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും അധികം ഡിസ്റ്റർബ് ആയത് പാസ്റ്ററാണ്. മനസ്സിലാവുന്നുണ്ടോ? അന്ന് അദ്ദേഹം പറഞ്ഞൊരു പദമുണ്ട്, വീട്ടിൽ വളരുന്നവനും വഴിയിൽ വളരുന്നവനും വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞെടുത്ത ദൂത് 2 പേരെ അന്ന് എഴുന്നേറ്റുള്ളൂ. 500 പേരിൽ 2 പേരാ സ്പിരിച്വൽ ഫാദർ ഉള്ള 2 പേരായിരുന്നു അന്ന്. ബാക്കി 498 നോക്കി പറഞ്ഞു, നിങ്ങൾ സ്പിരിച്വൽ ഓർഫൻസ് ആണ്, ആത്മീക അനാഥർ. നമ്മളിൽ പലരുടെയും പ്രശ്നം ഇതാ. കഴിവില്ലാഞ്ഞിട്ടല്ല, കൃപാവരങ്ങളില്ലാഞ്ഞിട്ടല്ല. ഞാനത് പറയുമ്പോൾ ഒരു ദൈവസ്ഥാനത്ത് അനുഭവിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും എക്സ്ട്രാ ഓർഡിനറി ടാലന്റ് ഉള്ള ആളുകളാണ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? പക്ഷെ നിങ്ങളെ വളർത്താൻ, നിങ്ങളെ പൊക്കിവിടാൻ, നിങ്ങളുടെ വളർച്ചയിൽ അസൂയപ്പെടാതിരിക്കാൻ സ്പിരിച്വൽ ഫാദേഴ്സിന് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ചർച്ചിൽ പാസ്റ്റർമാരുണ്ട്, പിണങ്ങല്ല. നമ്മുടെ ചർച്ചിൽ അപ്പോസ്തലന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, ഇടയന്മാരുണ്ട്, ടീച്ചർമാരുണ്ട്. പക്ഷെ അപ്പന്മാരില്ല. നമുക്ക് ഈ തലമുറയിൽ വേണ്ടത് അപ്പന്മാരെയാണ്. മനസ്സിലാവുന്നുണ്ടോ പാസ്റ്റർമാരെ? ദിവസമാരുടെ ഉണ്ട്. ഈ തലമുറയിൽ വേണ്ടത് അപ്പന്മാരെയാണ്. അപ്പന്മാരുണ്ടെങ്കിൽ ഇതിനകത്ത് മരണം നടക്കത്തില്ല, കുഞ്ഞുങ്ങളുടെ മരണം നടക്കത്തില്ല, എഴുന്നേറ്റ് വരുന്നതിന്റെ തലയ്ക്ക് അടിച്ചിരുത്തത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അന്ന് രാത്രി പോയി കരഞ്ഞു, ഒത്തിരി കരഞ്ഞു, ഒരുപാട് ഞാൻ കരഞ്ഞിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്കൊരു പിതാവിനെ തരണം, എന്നെ വഴക്ക് പറയാൻ, എന്നെ ചെവിക്ക് പിടിക്കാൻ, എന്നെ നന്നാക്കാൻ. അതേസമയം എന്റെ വളർച്ചയിൽ സന്തോഷിക്കുന്ന ഒരു സ്പിരിച്വൽ ഫാദറിനെ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 3 ദിവസം പ്രാർത്ഥന ശേഷം എന്നെ ദൈവം ഒരാളെ കാണിച്ചു. ഞാൻ അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു, യുവാസിനെ ഇങ്ങനൊരു വിഷയത്തിനകത്ത് ഞാൻ കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങൾക്ക് എന്റെ സ്പിരിച്വൽ ഫാദർ ആകാൻ പറ്റുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞു. 2 ദിവസം അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് വിളിച്ചു. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു കവനന്റിൽ കയറി. സാറുമാരെ തന്നെ ശാന്തമായി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന എന്റെ ഗ്രാഫ് നേരെ പോകാൻ പറഞ്ഞു. ഞാൻ 40 ഇരുന്നിട്ടല്ല. ഒരു നല്ല ലീഡർ ആവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം നീ നല്ലൊരു ശിഷ്യനാകണം. ഒരു നല്ല ഡിസൈപ്പിളിന് മാത്രമേ ഒരു നല്ല ലീഡർ ആകാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? എന്റെ ജീവിതത്തിന്റെ ഏറ്റവും ടേണിംഗ് പോയിന്റുകളൊന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അതിനുശേഷം ശുശ്രൂഷകൾ പതിയെ പൊങ്ങി വരാൻ തുടങ്ങിയപ്പോഴത്തേന് അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷെ വഴക്ക് പറയാൻ ആളില്ല. അവർ മനഃപൂർവ്വം മെന്റേഴ്സിനെ ഞാൻ ആക്കി വെച്ചു. ഫാദർ ഒരാളാണ്, മെന്റർമാർ പലരാണ്. അപ്പം ലിനു ബ്രദറിന് കുഞ്ഞിനൊരൊറ്റ അപ്പനാണ്. ലിനു ബ്രദറിന്റെ മോക്കാണ് അപ്പൻ. ലിനു ബ്രദറാണ്. പക്ഷെ പുള്ളിക്കാരനെ കെമിസ്ട്രി പഠിപ്പിക്കുന്നത്, പുള്ളിക്കാരത്തെ കെമിസ്ട്രി പഠിപ്പിക്കുന്ന കെമിസ്ട്രി ടീച്ചറാണ്. ബയോളജി പഠിപ്പിക്കുന്ന ബയോളജി ടീച്ചറാണ്.
ഇതുപോലെ നമ്മുടെ സ്പിരിച്വൽ വേൾഡിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും. ശാന്തമായിട്ട് പോകാനൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരു ഔട്ട്സ്റ്റാൻഡിങ് നിലകളിലേക്ക് കയറി വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഫാദർ വേണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? 2, നിങ്ങൾക്ക് മെന്റേഴ്സ് വേണം. എന്നെ സുവിശേഷീകരണത്തിന്റെ ഏരിയയിൽ എന്നെ സഹായിക്കുന്നത് എൻ്റെ മെന്റർ കർത്താദാസ് സുരേഷ് ബാബു എന്നെ ആ ഏരിയയിൽ സഹായിക്കാറുണ്ട്. ഒരു പാസ്റ്ററൽ മിനിസ്ട്രിയിൽ എൻ്റെ മെന്റർ പാസ്റ്റർ ജോഷിയാണ് ആലപ്പുഴയിലുള്ളത്. എൻ്റെ കുടുംബജീവിതത്തിന്റെ മെന്റർ ഇവർ 2 പേരും അല്ല. എൻ്റെ കുടുംബജീവിതത്തിന്റെ മെന്റർ 85 വയസ്സുള്ള ഒരു അപ്പച്ചനാണ്. മനസ്സിലാവുന്നു? ഏതാണ്ട് പേര് നിങ്ങൾക്ക് അറിയായിരിക്കും. മുട്ടം ക്യൂറിയസ് അപ്പച്ചൻ കേട്ടിട്ടുണ്ട്. അടലേറും ജീവിതം അരുവിൽ നിന്ന് പാട്ടെഴുതി. ആ അപ്പച്ചനാണ് ഞങ്ങളുടെ കുടുംബജീവിതത്തിന്റെ മെന്റർ. അതായത് 60 വർഷത്തോളം ഭാര്യയുടെ കൂടെ താമസിച്ച ഒരു മനുഷ്യൻ, മക്കളെയും കൊച്ചുമക്കളെയും കണ്ട ആൾ. നിങ്ങൾക്ക് അങ്ങനെ ആരിലൊക്കെ ഉണ്ടോ? നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു സ്പിരിച്വൽ ഫാദർ ഉണ്ടെന്ന് ബോധ്യമുള്ള കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചു. 2 പേര് കൈപൊക്കി ഉറങ്ങി. ഇവിടെ എനിക്ക് നിങ്ങളോടുള്ള സങ്കടം, ഇവിടെ എനിക്ക് നിങ്ങളോടുള്ള ഏറ്റവും വലിയ ദുഃഖം. നിങ്ങൾ പ്രയോജനപ്പെടാൻ വലിയ പാടാം. നിങ്ങൾ പ്രയോജനപ്പെടണമെങ്കിൽ ആദ്യം നിങ്ങളുടെ അപ്പന്റെ കീഴിൽ പോകണം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? സൗരമനെ വഴക്ക് പറയാൻ വേണ്ടി മാത്രം ഞാൻ 3-4 വരെ ആക്കിയിട്ടുണ്ട്. പ്രസംഗത്തിന്റെ ന്യൂനതകൾ മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോൾ എന്നെ ക്രിട്ടിസൈസ് ചെയ്തത് ഞാൻ തന്നെ സങ്കടപ്പെട്ടിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ വിമർശിക്കുന്നത്? പക്ഷെ ആ വിമർശനങ്ങളാ ഇന്നത്തെ റൈസിനെ ഉണ്ടാക്കിയെടുത്തത്. വഴക്ക് പറയാൻ വേണ്ടി മാത്രം ആളിനെ ആക്കി വെച്ചു. ആ വഴക്ക് പറച്ചിലുള്ള നിങ്ങൾ എന്താ ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടത്? ഒരു പാസ്റ്റർ റിലേഷൻഷിപ്പ് മാത്രമാണ് നിങ്ങളുടെ ചർച്ചുമായിട്ട് നിങ്ങൾക്കുള്ളതെങ്കിൽ അതിനപ്പുറത്തേക്ക് നിങ്ങൾ സ്പിരിച്വൽ ഫാദേഴ്സിനെ കണ്ടെത്തണം. അതെനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് നിങ്ങളോട് പറയാനുള്ള കാര്യം. സ്പിരിച്വൽ ഫാദേഴ്സിനെ നിങ്ങൾ അപ്പന്റെ ഹൃദയമുള്ള ആളുകളെ കണ്ടെത്തണം. അമ്മേ, ആ അപ്പന്റെ കീഴിൽ ഇവൻ പോയിരുന്നിരിക്കട്ടെ. നാളെ അദ്ദേഹത്തെക്കാൾ ശക്തനായി നീ പ്രയോജനപ്പെട്ടേക്കാം. പക്ഷേ അസൂയ തോന്നരുത്. എന്റെ സ്പിരിച്വൽ ഫാദറുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് മിനിസ്റ്റർ നിന്നിട്ടുണ്ട്. പല വേദിയിലും കോമ്പറ്റീഷൻ ഒന്നും അല്ല. പക്ഷെ കർത്താവിന്റെ ആ ദൈവാസനേക്കാൾ എന്റെ ശക്തിയുള്ള ദൈവം എന്നെ ഉപയോഗിച്ചു. പക്ഷെ എന്നെ ദൈവം ഉപയോഗിക്കുമ്പോഴെല്ലാം അദ്ദേഹം ഭയങ്കര അഭിമാനത്തോടെ എന്റെ കൂടെ ചേർക്കുമായിരുന്നു. എന്റെ ഇന്നത്തെ ഷെഡ്യൂൾ മുഴുവൻ എന്റെ സ്പിരിച്വൽ ഫാദറിന് അറിയാം. ഞാൻ എവിടെയാണെന്നറിയാം. ഞാൻ ഇന്ന് ഈ യൂത്ത് മീറ്റിംഗ് പ്രസംഗിക്കാൻ പുള്ളിക്കാരൻ അറിയാം. മനസ്സിലാവുന്നു? നമുക്ക് ആരോട് അക്കൗണ്ടബിലിറ്റീസ് ഇല്ല. നമുക്ക് ആരോടും ഒന്നുമില്ല. നമ്മൾ പോകുന്നു, വരുന്നു, സൗകര്യം ഉണ്ടെങ്കിൽ നിൽക്കുന്നു. ഇങ്ങനൊരു ക്രിസ്ത്യൻ ജീവിതം നയിക്കാൻ നമുക്കൊക്കത്തില്ല. പൗലോസ് 5-fold മിനിസ്ട്രി പഠിപ്പിച്ചെങ്കിൽ പോലും 5-fold മിനിസ്ട്രിക്ക് അപ്പുറം പൗലോസ് ചെയ്ത മിനിസ്ട്രിയാണ് അപ്പന്റെ ശുശ്രൂഷ. കൊരിന്ത്യർ സഭയെ നോക്കി പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് ഒത്തിരി ഗുരുക്കന്മാരുണ്ട്, പക്ഷെ ഞാനാ നിങ്ങളെ ജനിപ്പിച്ചത് എന്ന് പറഞ്ഞ ഓ ചർച്ചിനോട് പറയാം, ഞാനാ നിങ്ങളുടെ ഫാദർ. പക്ഷെ പൗലോസ് അത്ര പേരെ സ്ഥാനപ്പെടുത്തി? 4-5 പേരെ അത്ര പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായി? ഞാൻ അവരെ സ്ഥാനപ്പെടുത്തി. പക്ഷെ ഒരു വലിയ ക്രൗഡിനോട് പറയാം, ഞാനാ നിങ്ങളുടെ അപ്പൻ. നിങ്ങൾ ഇന്ന് രാവിലെ അത് കണ്ടെത്തണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആവശ്യത്തിന് വേണ്ടി. നിങ്ങളല്ലാതെ വലിയ വേറെ ഉപസിക്കാൻ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളെ നോക്കത്തില്ല. ആദ്യം നിങ്ങളുടെ സ്പിരിച്വൽ ഫാദറിനെ കണ്ടെത്താം. ചെയ്യേണ്ട പ്രധാനപ്പെട്ട നമ്മുടെ ഏറ്റവും വലിയ ഉപദേശം എന്ന് പറഞ്ഞാൽ സ്നാനം, കറുത്തമേശ, മലങ്ങൾ ഊരുക, കറുത്തോടുപ്പ്, വെള്ള ഷർട്ട് ഇടുക. ഇതിനപ്പുറം ഒരു ഉപദേശം നമ്മുടെ സഭകൾ പഠിപ്പിക്കാറില്ല. ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. തീമോത്തിയോസിന്റെ ദൈവം പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്, മകനെ തീമോത്തിയോസേ, അമ്മേൻ, നീ എനിക്ക് മകനെ പോലെ എനിക്ക് ശുശ്രൂഷ ചെയ്തെന്ന്. ഞാനും അതേ തിരിച്ച്. മനസ്സിലാവുന്നുണ്ടോ? ഇനി പറഞ്ഞു പിടികിട്ടുന്നുണ്ടോ? നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഫാദർ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് രാവിലെ നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ പാസ്റ്ററെ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഞാൻ ആത്മീയ ആരാധന. സംശയമൊന്നുമില്ല, ഈ മുറിക്കാതിരിക്കുന്ന എല്ലാവരും ആത്മീയ ആരാധനയാണ്. പുറത്തെ 2 പേരെ അതേ യോഗ്യത്. ആമേൻ. ആണോ? നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ട ഒറ്റ കാര്യം, കർത്താവേ ഞാൻ സ്പിരിച്വൽ ഓർഫന, എനിക്കൊരു നല്ല പിതാവിനെ തരണം. മനസ്സിലാവുന്നുണ്ടോ? ആ പിതാവിന്റെ അടുക്കൽ പോയി നിങ്ങൾ പറയണം. അദ്ദേഹത്തിനെ കുറിച്ച് ഐഡിയ ഉള്ള ആളായിരിക്കണം.
ഈ ഫാദറോട് എന്ന് പറഞ്ഞാൽ ഈ പൗലോസ് അപ്പോസ്തലന്മാർ എങ്ങനെയാണെന്ന് പൗലോസ് പറഞ്ഞു. അപ്പോസ്തലൻ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം, മദ്യപാനിയായിരുന്നു, നല്ലവനായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പൻ എങ്ങനെയാണെന്ന് പറഞ്ഞില്ല. അപ്പൻ എങ്ങനെയാണെന്ന് പറയുന്നില്ല. അപ്പൻ ഉണ്ടായി വരിക, അപ്പനകത്ത് സ്വതവേ ഉണ്ടാകുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നെ പ്രിയപ്പെട്ടവരെ, മിനിസ്ട്രിക്ക് പോലും നിങ്ങൾ പോകണമെങ്കിൽ ഒരു കവറിങ്ങിനകത്ത് നിൽക്കാതെ നിങ്ങൾ പോകരുത്. നമ്മുടെ ആളുകളെല്ലാം ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് ദൈവത്തിനെ പഠനം നമുക്ക് ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വേദപുസ്തകത്തിനകത്ത് ഒരു വാക്യം വായിച്ചും അതിനകത്ത് ഉപദേശം ഉണ്ടാക്കാൻ ഒക്കത്തില്ല. ആ പുസ്തകം മൊത്തത്തിൽ വായിച്ച് മനസ്സിലാക്കി അതെന്താ പറയുന്നത് നമ്മൾ മനസ്സിലാക്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ഒടുവിൽ കർത്താവിന് അവന്റെ അമിത ബലത്തിന് ശക്തിപ്പെടുക എന്ന് പറഞ്ഞ പൗലോസ്. ഒടുവിൽ പറഞ്ഞ ഒടുവിൽ, ഫൈനലി ഈ ഒടുവിൽ കർത്താവിന് അവന് അമിത ബലത്തിൽ ശക്തിപ്പെടണം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം. എന്നിട്ട് പറഞ്ഞിരിക്കുന്ന ആമേൻ സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പൊ ഈ നമ്മുടെ പല ഉപവാസ പ്രാർത്ഥനകളിലും ഈ ഒടുവിൽ എന്നുള്ള വാക്കിയെടുത്ത് നമ്മൾ പ്രസംഗിക്കും കേട്ടോടെ. പക്ഷെ 5 അധ്യായങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഒടുവിൽ കയറുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? 5 അധ്യായങ്ങൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. 1-ാം തീയതി പറഞ്ഞ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. അടുത്ത വാക്യത്തിൽ പറയുന്നത് ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, പിള്ളേരുടെ ആശ മനസ്സിലാക്കണം. എന്നിട്ട് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് ഭാര്യമാരെങ്ങനെയായിരിക്കണം. ഭർത്താവിന് കീഴടങ്ങാത്ത ഭാര്യ സ്പിരിച്വൽ വാർഫെയറിനകത്ത് പോകരുത്, അടി കൊണ്ട് ഊപ്പാട് വരും. ഭർത്താവിന് കീഴടങ്ങാത്ത ഭാര്യ പോയി ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയിരുന്ന് പോരാട്ടം ജാഗരിച്ച് പൊട്ടാൻ പോകരുത്, അടി കൊണ്ട് ഊപ്പാട് വരും. നമ്മുടെ സഭയിലൊക്കെ കിടക്കാൻ സംഭവം മുറിക്കപ്പെട്ട് കിടക്കാൻ പലരും. കാര്യം ആയുധമില്ല പലർക്കും. ഭർത്താക്കന്മാരെങ്ങനെ ആയിരിക്കണം, ദാസന്മാരെങ്ങനെ ആയിരിക്കണം, മക്കളെ അവസാനം വിളിക്കുന്നവരെ മക്കളെ. നിങ്ങൾ മക്കളെന്നുള്ള വിളിക്കാൻ നിങ്ങൾ ഭാര്യമാരും ഭർത്താക്കന്മാരും ചുരുക്കുക. മക്കളെ നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാക്കുവാൻ നിങ്ങളുടെ അപ്പനെയും അമ്മയും അനുസരിക്കാത്ത നീ ഒരു വകുപ്പ് പറഞ്ഞ ഒരു വർഷിപ്പ് ലീഡ് ചെയ്യാൻ പോലും കയറാൻ നിനക്ക് പ്രമാണമില്ല വേദപുസ്തക പ്രകാരം. കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ സഭ നിങ്ങൾ അംഗീകരിക്കും. പക്ഷെ പരിക്കേൽക്കും നിങ്ങൾക്ക്. മനസ്സിലാവുന്നുണ്ടോ? പരിക്കേൽക്കും. അങ്ങനെ പണിയപ്പെട്ട് എഴുന്നേറ്റ് പണി എന്നിട്ട് കാര്യപ്പെട്ടു എഴുതേക്കണം. ആളാകോട്ടും എഴുതേക്കും. പണിയപ്പെട്ട് ഇവനെ നിങ്ങൾ റെഡിയായി. അങ്ങനെ പറയുമ്പോഴാണ് സത്യം അരക്കി കെട്ടുക എന്ന് പറഞ്ഞത്. സത്യം അരക്കി അങ്ങനെ കെട്ടുന്ന വാക്യത്തിനകത്തുണ്ടോ? ഒന്ന് വായിച്ച വാക്യം എഫ്.എസ്. പെട്ടെടുത്ത് എഫ്.എസ്. എടുത്ത് അതിനോട്ടൊന്നും കുഴപ്പമില്ല. 5 മിനിറ്റ് വായിച്ചു. എഫേഷ്യൻസ് മലയാളം ബൈബിൾ അറിയില്ല, ഒന്ന് വായിച്ച്. മലയാളം ബൈബിൾ എഫേഷ്യൻസ് 6:10 onwards. 6:10. ഒടുവിൽ കർത്താവിലും അമിതബലത്തിനും ശക്തിപ്പെടുവാൻ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എന്തൊക്കെ താല്പര്യം വായിച്ചോ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, കാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കുവാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുക. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടുകയും എന്നെ നോക്കി ഈ ഒരു ബെൽറ്റ് കിട്ടിയിട്ട് ഇതിനകത്ത് സത്യം എഴുതി വെക്കുന്ന സ്കിറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണോ സംഭവം? എന്താ പറയുന്നതിന്റെ പേര്? ധൈര്യോടെ പഠനത്തിന് പേടിക്കുന്നത് സ്റ്റാൻലി. ഓക്കെ, ഈ സ്റ്റാൻലിയുടെ അരയ്ക്ക് സത്യം കെട്ടുക എന്ന് പറഞ്ഞാൽ യുദ്ധകളത്തിലേക്ക് ഇവൻ പോകുമ്പോ ഇവന്റെ ബെൽറ്റിനകത്ത് ലെതറിന്റെ ബെൽറ്റ് അതിനകത്ത് ട്രൂത്ത് എന്ന് എഴുതി വെക്കുന്നതല്ല. ഇവനിൽ നിന്നും അസത്യങ്ങൾ പുറത്തു വരാതിരിക്കുക എന്നുള്ളതാണ് സത്യം കിട്ടുന്നത്. ഞാൻ പറഞ്ഞത് സ്റ്റാൻലിയിൽ നിന്നും അസത്യങ്ങൾ പുറത്തു വരുന്നില്ല. അതിന്റെ അർത്ഥം അവൻ സത്യത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പറയുന്നത് ഗൗരവം പിടികിട്ടുന്നുണ്ടോ? അടുത്ത വായിച്ച് നീതി എന്ന കവചം എന്ന് പറഞ്ഞാൽ ഒരു ഉടുപ്പിട്ടിട്ട് അതിനകത്ത് നീതി എന്ന് വെക്കുന്നതല്ല, അനീതി ഒന്നും യവനിൽ നിന്ന് പുറത്തു വരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത്
സത്യത്തിനകത്തോളം സുരക്ഷിതനാണ്, അനീതി ഒന്നും പുറത്തു വരുന്നില്ല. വായിച്ചേ. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം. ഇവന്റെ കാലേ കിടക്കുന്ന ചെരുപ്പ് അവന്റെ ഓരോ മൂന്നെങ്കിലും സുവിശേഷ നിലയ്ക്ക് വേണ്ടിയാ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇവൻ കോളേജിൽ പോകുമ്പോഴും ഇവന്റെ അകത്ത് കത്തുന്ന സംഭവം ആത്മാക്കളാണ്. ഇവൻ ബസ്സിൽ കയറുമ്പോഴും അവന്റെ അകത്ത് കത്തുന്ന സംഭവം ആത്മാക്കളാണ്. എന്റെ കുഞ്ഞുങ്ങളെ, ആവശ്യമില്ലാത്തിടത്ത് കറങ്ങി നടന്നിട്ട് നീ മിനിസ്ട്രിക്കകത്ത് കൈവകരുത്. സുവിശേഷ വരയ്ക്കകത്ത് ദൈവരാജ്യത്തിനകത്ത് തുടരുത്. ദൈവരാജ്യത്തിനകത്ത് കയറണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട സ്നാനപ്പെടുന്നതോ മാലയും കമ്മലും ഊരുന്നതോ വെള്ളയുടുപ്പോ ഇടുന്നതോ അല്ല അവൻ ക്രിസ്തീയ ജീവിതം. തെക്കും വടക്കം നടന്നിട്ട് വചനമെടുത്ത് പ്രസംഗിക്കരുത്. നിന്റെ അകത്തുനിന്ന് അനീതി പുറത്തു വരാൻ പാടില്ല. വചനം പ്രസംഗിക്കാനുള്ളതല്ല, വചന സ്വഭാവമായി മാറണം. താഴ്മ പ്രസംഗിച്ചിട്ട് അഹങ്കാരിയായ രാഷ്ട്രമാരെ ദൈവമക്കൾ എനിക്കറിയാം. വിനയം പ്രസംഗിച്ചിട്ട് പാറ വെച്ചവരെ എനിക്കറിയാം. മനസ്സിലാവുന്നുണ്ടോ? അരയ്ക്ക് സത്യം കിട്ടി, നീ ഇതെന്ന് കവചം ധരിച്ചു, എന്റെ കാല് സുവിശേഷത്തിന് വേണ്ടി ഓടുക. അയച്ചത് അടുത്തെന്തോ അവിശ്വാസം എന്നൊരു സംഭവം ഇവന്റെ അകത്തില്ല. വല്ലതും പിടി പറഞ്ഞതും മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? അവിശ്വാസം എന്നൊരു സംഭവം ഇവന്റെ അകത്തില്ല. അടുത്തത് ഇവന്റെ തലയ്ക്കകത്ത് ഒരു തൊപ്പി വെച്ചേക്കും, ഹെൽമെറ്റ്. അതെന്താ അറിയോ? ആ ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ഇവൻ രക്ഷിക്കപ്പെട്ടവനാണെന്നുള്ള ബോധ്യം. ക്രിസ്ത്യൻ എന്നൊരു ബോധ്യം. അടുത്തത് അവന്റെ അകത്തൊരു ആത്മാവിന്റെ വാളുണ്ട്. അവൻ ചുമ്മാ തമാശയും പൊട്ടച്ചലും പറഞ്ഞ് കഥയും പറഞ്ഞ് മിമിക്രിയും പറഞ്ഞ് നടക്കുന്നവനല്ല. വാ തുറന്നാൽ ദൈവത്തിന്റെ വചനമായിട്ട് ബന്ധപ്പെട്ട ആയിരിക്കും. നീ യുദ്ധക്കളത്തിൽ ഇറങ്ങിയിരിക്കുക, നീ പിശാചിന്റെ പേടി സ്വപ്നമായിരിക്കും. മറന്നെല്ലാം പിടികിട്ടുന്നുണ്ടോ? നീ യുദ്ധക്കളത്തിൽ ഇറങ്ങി നിൽക്കുക, നിന്നെ കാണുമ്പോ പിശാച് വിറയ്ക്കും. ഞാനത് പറയുമ്പോ ഭയങ്കര ദിവസം ഇത് ഹെൽമെറ്റും ഇല്ല, അനേക അനീതിക്കും കൂട്ടിയെന്ന് കൊയറിനകത്ത് കയറുന്നതിന് മുമ്പ് ഇനി ചക്കരെ മോളെ ഉമ്മയും കൊടുത്തിട്ട് പ്ലീസ്, ഒരു തലമുറയ്ക്ക് കിട്ടിയ വലിയ അടി നിങ്ങൾ വാങ്ങിച്ചു കൂട്ടും. ഇനി പറഞ്ഞു ചോദിക്കുന്നുണ്ടോ? ഇതാ പലയിടത്തും സംഭവിക്കുന്നത് സഹോദരന്മാരെ. ഇതാ പലയിടത്തും സംഭവിക്കുന്ന സഹോദരന്മാരെ. അമ്മേ, ഭയങ്കര പ്രസംഗവും വാചോടിയൊക്കെ നടക്കുന്നുണ്ട് എല്ലാവരുടെയും കയ്യിൽ. പക്ഷെ കാര്യത്തിലെടുക്കുമ്പോ വരില്ല. നിങ്ങൾ ആരൊക്കെ സത്യം, അസത്യങ്ങളൊന്നും നിന്നിൽ വരരുത്. തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് ഇത് പറയാതെ ഞാൻ നിങ്ങളെ വിളിച്ചിരുത്തി. അല്ലാതെ അനീതി നിന്നിൽ നിന്ന് വരരുത്. നീ രക്ഷിക്കപ്പെട്ടവനെന്നൊരു ബോധ്യം, ഒരു ശിരസ്വം നിന്റെ തലയിൽ എപ്പോഴും ഇരിക്കണം. എന്ത് പ്രതികൂലം വന്നാലും ഒരു വിശ്വാസത്തിന്റെ ഒരു പരിചയം. വിശ്വാസം വരാതിരിക്കുന്നതാണ് വിശ്വാസത്തിന്റെ പരിചയം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് പിടികിട്ടിയോ? തമാശയും പൊട്ടച്ചലും പറയാതിരിക്കുന്നതാണ് വചനം എന്ന വാൾ. അമ്മേ, എല്ലാരും പ്ലാറ്റ്ഫോമിൽ പുലിയ. പ്ലാറ്റ്ഫോം കഴിയുമ്പോഴാണ് പ്രശ്നം. അമ്മേ, ഹല്ലേലൂയ എന്ന് പറയുന്നു. ക്രിസ്ത്യൻ ജീവിതം ഇതാണ് ഞാൻ പറയാൻ വിളിച്ചത്. അമ്മേ, നീക്ക് നിൽക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ കർത്താവിന് സഹായിക്കും. ഒറ്റ ആഗ്രഹം, കർത്താവ് എനിക്ക് നിൽക്കണമെന്നൊരു ആഗ്രഹം മാത്രം ഉണ്ടായാൽ മതി. അമ്മേ, നീ ഒരു 2 സ്റ്റെപ്പ് വെച്ചാൽ കർത്താവ് 4 സ്റ്റെപ്പ് കിട്ടുന്നത്. 2 സ്റ്റെപ്പ് നീ ഒന്ന് നിന്നാ മതി, 4 സ്റ്റെപ്പ് കർത്താവ് വെച്ച്. അമ്മേ, ഇരുന്ന പോലെ ഇതാ വിഷയം. ഇങ്ങനെ ഒരാളുകൾ യുദ്ധക്കളത്തിൽ നിൽക്കും. നമ്മുടെ വിശ്വാസികൾ പോയിട്ട് നമ്മുടെ പല ആളുകൾക്ക് പോലും ഇങ്ങനൊന്നും ഇല്ല. ഇതിന് അവരെല്ലാം കയറി നിൽക്കുക. എന്താ സംഭവിക്കുന്ന? പരിക്കേറ്റ് മുറിക്കപ്പെട്ട് മുറിവുകളുമായിട്ട് നിൽക്കുക. അതുകൊണ്ട് വേദിയിൽ നിന്നും വരുന്നത് മുഴുവൻ മുറിവുകളാണ്. പ്രസംഗത്തിൽ വരുന്നത് മുഴുവൻ മുറിവുകളാണ്. മുറിക്കപ്പെട്ട ഒരുവന്റെ പ്രസംഗം കേട്ടാൽ നിങ്ങൾക്കും മുറിവുണ്ടാവും. അകത്ത് ഹീലായ ഒരുവന്റെ പ്രസംഗം മാത്രമേ നമ്മളെ ഹീലാകത്തുള്ളൂ.
മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് പ്രസവം മൊത്തം മുറിവായിരിക്കും, ചവിട്ടി തേച്ച് കണ്ടില്ലേ, കടുംവെട്ടെന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞില്ല എന്ന് പറഞ്ഞ എല്ലാം ഈ ദൈവവചനത്തിനകത്ത് ഒരു വഴക്കുറച്ചിലുണ്ട്. ആ വഴക്കുറച്ചിൽ ഉദ്ദേശങ്ങൾ നന്നാകാൻ വേണ്ടിയ, അല്ലാതെ ഒരു സംഭവമുണ്ട്. നമുക്കത് കേൾക്കുമ്പോൾ ഞാൻ പലരോടും ചോദിക്കും, ഞാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരെല്ലാം ചോദിക്കുന്ന ഒറ്റ ചോദ്യം, നിങ്ങൾ ഏത് ചർച്ചയിലാണ് പോകുന്നത്? നിങ്ങൾക്ക് ആരുമായിട്ട് അക്കൗണ്ടബിലിറ്റി? നിങ്ങളുടെ സ്പിരിച്വൽ ഫാദർ ആരാണ്? ഇതൊന്നും ഇല്ലെങ്കിൽ സുഹൃത്തെ നീ പോ. ഞങ്ങളുടെ ചർച്ചയുടെ ആൾ പറഞ്ഞ് പ്രസംഗിക്കാൻ കേൾക്കുമ്പോൾ നിങ്ങൾ നാളെ ശുശ്രൂഷകന്മാരൊക്കെ ആവും. ഞങ്ങളുടെ ചർച്ചയുടെ ആൾ ചോദിക്കും, നിങ്ങൾ ഏത് ലോക്കൽ ചർച്ചിലെ ആളാണ്? ഓക്കെ, ഇന്ന് ചർച്ചിലെ ആളാണ്. ആരാണ് നിങ്ങളുടെ സ്പിരിച്വൽ ഫാദർ? ആ സ്പിരിച്വൽ ഫാദർ ഇല്ലാത്തവർ ഞങ്ങളുടെ ചർച്ചയിൽ അങ്ങനെ പഠിപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടേക്കുന്നത്. ഞങ്ങൾ ആരും നിലയിൽ ആ ചർച്ച നടത്തുന്നത്. ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞ വീട്ടിൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. 2 കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് രാത്രി പോയി പ്രാർത്ഥിക്കണം. ഉഴപ്പരുത്, സ്പിരിച്വൽ ഫാദറെ കണ്ടെത്തണം കേട്ടോ. നിങ്ങൾ ആ ആളിനെ കണ്ടെത്തി, സൗര്യന്മാരെ സ്പിരിച്വൽ മാതറില്ല കേട്ടോ, ഫാദറെ. അപ്പൊ ഒരു പാസ്റ്ററെ കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും ആ പാസ്റ്ററോട് തുറന്നു പറയാൻ പറ്റത്തില്ല. പക്ഷെ ആ ഫാദറിനെ അവിടെ നിർത്തിക്കൊണ്ട് വരുന്ന ഒരു മെന്ററായിട്ട് നല്ല ഒരു സഹോദരി നിങ്ങൾ കണ്ടെത്തണം. ആത്മിക പക്വതയുള്ള, നിന്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റില്ല. മനസ്സിലായോ? പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച സാക്ഷ്യം പറഞ്ഞതിനെ കൊല്ലാത്ത വിഷയം. നമ്മുടെ ആൾക്കാർക്ക് പേടിയെ തുറന്ന് സംസാരിക്കുക. നമ്മുടെ ആൾക്കാർക്ക് പേടിയെ തുറന്ന് സംസാരിക്കുക. അത് പറഞ്ഞാൽ വേറെ ആരോടൊപ്പം പറയാനും പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ആ ഒരു ഏരിയയിൽ നമുക്ക് കയറി വരാൻ പറ്റിയാൽ കർത്താവ് ഭയങ്കരമായിട്ട്, ഞാൻ 2007 കർത്താവ് 2006 ദൈവന്റെ വ്യക്തിപരമായി തൊട്ടു. ഒരു 6-7 മണിക്കൂർ ശക്തമായ എൻകൗണ്ടർ ആയിരുന്നു. അത് ഇപ്പം പറയാനൊക്കത്തില്ല. കർത്താവിന് എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ ആ ഭാഗം പറയാം. ആ നിലയിൽ ദൈവം തൊട്ടു. 2007 മുതൽ യൂത്ത് മിനിസ്ട്രി ഞാൻ ഇൻവോൾവ് ആകാൻ തുടങ്ങി. യൂത്ത് മിനിസ്ട്രിയിൽ ഇൻവോൾവ് ആകാൻ തുടങ്ങിയപ്പോൾ ആരംഭത്തിലൊക്കെ ഈ ഒരു സംസാരം കേട്ട് നമ്മളെന്നെ പേടിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ നല്ല കോളേജൊന്നും പഠിക്കത്തുണ്ട്, ഈ കോളേജിൽ പഠിക്കുന്ന പിള്ളേരെ വിഷയം കേട്ട് ഞാനങ്ങ് വരണ്ടു. അമ്മേ പിന്നീട് എന്റെ വൈഫ് ടീച്ചറായിരുന്നു. അവൾ എന്തൊക്കെ കഴിഞ്ഞ അമ്മേ റിസൈൻ ചെയ്യുമ്പോൾ TKM ചെറിയ കോളേജ് ലെക്ചറായിട്ട് അവൾ റിസൈൻ ചെയ്തത്. അപ്പൊ അവൾക്ക് ഭയങ്കര കരുത്താണ് അതൊക്കെ കേൾക്കാൻ. അമ്മേ മനസ്സിലായോ? അപ്പോൾ അവളുടെ കാര്യങ്ങളെല്ലാം എന്നോട് പ്രാർത്ഥിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് മിനിസ്ട്രിയിൽ മുമ്പോട്ട് പോകാൻ തുടങ്ങി. ഒത്തിരി കുഞ്ഞുങ്ങളെ കർത്താവിന്റെ മുമ്പിൽ രക്ഷിച്ച് പുറത്തെടുക്കാൻ ഞങ്ങൾക്ക് അവസരം തന്നു. അമ്മേ ഒത്തിരി പേരുടെ ഒരു അപ്പൻ സ്ഥാനത്ത് നിൽക്കാൻ ദൈവം ഞങ്ങൾക്ക് അവസരം തന്നു. അമ്മേ ഒത്തിരി പേര് എന്റെ സഹോദരി എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. അമ്മേ ഒത്തിരി കുഞ്ഞുങ്ങൾ, ഒത്തിരി വിഷയങ്ങൾ, ഒത്തിരി കുരുക്കളെ അഴിച്ചു വിടാൻ ദൈവം ഞങ്ങൾക്ക് അവസരം തന്നു. അമ്മേ ഇനി പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അമ്മേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കുഴഞ്ഞു മറഞ്ഞ ക്രിസ്തീയ ജീവിതത്തിന് ഉടമയാക്കിയിട്ടായിരിക്കാൻ നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ മമ്മിമാരുമായിട്ട് നിങ്ങൾ നല്ലൊരു ബന്ധത്തിലെത്തണം. സൗരിമാരെ, അമ്മയുമായിട്ട് മനസ്സിലാവുന്നുണ്ടോ? നല്ലൊരു ആത്മീക ബന്ധം നിങ്ങളുടെ അമ്മമാരുമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അമ്മേ കഴിവ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അമ്മമാരോട് തുറന്ന് സംസാരിക്കണം. സഹോദരന്മാരെ, നിങ്ങൾക്ക് അപ്പനുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാകണം. ആമേൻ. അതല്ലെങ്കിൽ മാസ്റ്ററുമായിട്ട് ആമേൻ. ഞാൻ പറഞ്ഞു ഞാൻ ഞങ്ങളുടെ വീട്ടില് ഞാൻ റിയലി പറഞ്ഞു, എന്റെ പപ്പായോടും മമ്മിയോടും ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. എന്റെ പപ്പായും മമ്മി ഞങ്ങൾ അങ്ങനൊരു സാഹചര്യത്തിൽ, ഞങ്ങൾ ഒരു ഗ്രാമാന്തരീക്ഷത്തിലാണെങ്കിൽ പോലും ഞങ്ങളുടെ പപ്പായും മമ്മിയായിട്ട് ഭയങ്കര ബന്ധമാണ്. ഞങ്ങളുടെ എല്ലാ, ഞാനും എന്റെ പെങ്ങളും ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു, ഞങ്ങള് ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും സംസാരിക്കുന്നത് 1.5 മണിക്കൂറാണ് കുടുംബ പ്രാർത്ഥന. 1/2 മണിക്കൂർ ഞങ്ങൾ സംസാരം രാവിലെ നടന്ന കാര്യങ്ങളൊക്കെ ഒന്നെങ്കിൽ മുമ്പേ അല്ലെങ്കിൽ. അപ്പൊ അവള് പറയാം, അച്ഛാ വണ്ടി കയറിയപ്പോ അവൻ എന്നെ ഇങ്ങനെ നോക്കി. അവൾ തിരിച്ചു പറയാം, ഞാൻ റെഡി ഞാനൊന്ന് മീറ്റിങ്ങിന് പോട്ടുന്ന പോലെ കൊച്ചെനിക്ക് മൊബൈൽ നമ്പറൊക്കെ മാറ്റേണ്ട പോയിട്ടുണ്ടെന്നൊക്കെ പറയും. മനസ്സിലായി? ഇങ്ങനെ ഒരു പപ്പയുടെ മുമ്പിൽ വെച്ച് പറയാനൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ആമേ. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ കർത്താവിന് കൃപയാൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആമേ. ചുരുക്കി പറഞ്ഞാൽ പപ്പയുടെയും മമ്മിയും വരെ കൗൺസിൽ ചെയ്ത് ഞാനും എന്റെ പെങ്ങളും കൂടെ പല വിഷയങ്ങളും. അമ്മേ അവർക്ക് അത്ര വലിയ ആത്മീയത. ഒരു ദിവസം നോക്കിയപ്പോൾ കാണാൻ 2 പേരും കൂടെ അമ്മ അവർ 2 പേരും 1 മുറിക്കകത്ത് കിടന്നേ, 2 പേരും കൂടെ 2 മുറിക്കകത്ത് കിടക്കുന്നു. ഞങ്ങൾ 2 കൂടെ പിടിച്ചകത്ത് കെട്ടിയ കഥ വിട്ട് കൂട്ടി മര്യാദയ്ക്ക് അവിടെ ഒരുമിച്ച് കിടന്നോളൂ. അമ്മേ ഞങ്ങൾ രാത്രി ചെന്ന് നോക്കിയപ്പോ എന്താ സംബന്ധിച്ച് 2 കട്ടിലിട്ടിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് കട്ടിൽ.
അന്ന് രാത്രി ഞാനും പെങ്ങളോട് കാര്യം ഇത് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് വലിയ കട്ടിലത്ത ഒഴിച്ചു. ഇത് ചെയ്യുന്ന സ്വാതന്ത്ര്യം കൊണ്ട് രണ്ടുപേരും കൂടെ കൊച്ചെടുത്ത് അടിക്കാത്ത അഡ്ജസ്റ്റ് ചെയ്യണം. ഇതൊക്കെ ഉണ്ടാക്കിയ ആത്മബന്ധങ്ങളുടെ ശക്തി എന്താണെന്ന് അറിയാൻ പ്രിയപ്പെട്ടവർ. ഇതൊക്കെ ഉണ്ടാക്കിയ ആത്മബന്ധങ്ങളുടെ ശക്തി എന്താണെന്നറിയോ? അതുകൊണ്ട് കർത്താവിന്റെ കൃപയാ ഞങ്ങളുടെ വീട്ടിനകത്ത് ഞങ്ങളെ കൗൺസിൽ ചെയ്യാനായിട്ട് വേറെ ഒരാളുടെ മുമ്പിൽ ഞങ്ങളെ കൊണ്ട് നിർത്തേണ്ടി വന്നിട്ടില്ല. ഞങ്ങളുടെ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്റെ പെങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് ലോകത്തിൽ ഒരു പാസ്റ്ററും മുമ്പിൽ പോയി നിൽക്കേണ്ടി വന്നിട്ടില്ല. കർത്താവിന്റെ കൃപ ഞങ്ങളുടെ കുടുംബം തന്നെ അതിന് പക്വത പ്രാപിക്കാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അവരുമാരെ നിങ്ങൾക്ക് നല്ല ബോയ് ഫ്രണ്ട്സ് വേണം. ഫ്രണ്ട് അല്ല, ഫ്രണ്ട്സ്. ഒരാളാവുമ്പോഴാണ് പ്രശ്നം. ഒരു 5-6 നല്ല 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 സഹോദരന്മാർ നിങ്ങൾക്ക് വേണം, നല്ല കൂട്ടുകാരായിട്ട്. ഒരുത്തനൂടെ കറങ്ങാൻ പോയിട്ട് ഒരു 4-5 പേരോടെ കറങ്ങാൻ പോയി കഴിഞ്ഞാൽ നിന്നെ പോലെ സുരക്ഷിത വേറെ ആരും കാണത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരുത്തനൂടെ പോകുമ്പോഴാണ് പ്രശ്നം. തൽക്കാലം നിങ്ങൾ ആരും അങ്ങോട്ട് നോക്കണ്ട. നമുക്ക് സഹോദരന്മാർ നല്ല നല്ല സഹോദരന്മാര് വേണം. സഹോദരന്മാരെ നമ്മുടെ ജീവിതം കൊണ്ട് ഒരു പെണ്ണിന്റെ കണ്ണുനീർ നമ്മുടെ ജീവിതത്തിൽ വീടും. മനസ്സിലാവും? ഒരു പെണ്ണിന്റെ കണ്ണുനീർ നമ്മുടെ ജീവിതത്തിൽ വീടും. സഹോദരന്മാരെ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് കയറുമ്പോൾ ഒരുത്തന്റെയും ശാപം വഹിച്ചുകൊണ്ട് നിങ്ങൾ കയറരുത്. അമ്മേ, ഞാൻ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം കവനന്റ് എന്ന വിഷയം ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചായിരുന്നു. കവനന്റ്, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ കുടുംബജീവിതത്തെ കുറിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പലയിടത്തും ചെന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചെന്നപ്പോൾ സത്യത്തിൽ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ ആരംഭിച്ചത് കുടുംബജീവിതത്തിലല്ല, കുടുംബജീവിതത്തിന് മുമ്പ് ആരംഭിച്ചത്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സഹോദരി കല്യാണത്തിൽ കയറാൻ പോകും, വിവാഹത്തിന് കയറി നിൽക്കാൻ പോവാം. നീ പേടിക്കണ്ട കേട്ടോ. വിവാഹത്തിന് കയറി നിൽക്കുമ്പോൾ അമ്മ പാസ്റ്റർ ചോദിക്കാം, നിന്റെ അടുക്ക് നിൽക്കുന്ന ഈ സ്വയം യുവാവിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? നീ പറ മനസ്സിൽ നിന്റെ രഹസ്യവും പരസ്യമായ ജീവിതത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നീ പറയും കുഴപ്പമില്ലെന്ന് പറയും. മോളെ, എന്തെങ്കിലും കുഴപ്പം ഉണ്ടായിട്ടാണ് നീ കുഴപ്പമില്ലെന്ന് പറയുന്നതെങ്കിൽ ആ കമന്റിന് ദൈവം കൂട്ടി നിൽക്കത്തില്ല. അവിടെ മനസ്സിലാവുന്നുണ്ടോ? ആ കമന്റിന് ദൈവം കൂട്ടി നിൽക്കത്തില്ല. അവിടെ പിശാച് കയറി കഴിഞ്ഞു. അതായത് വെരി ഫസ്റ്റ് മൊമെന്റ്. നമ്മുടെ പലരുടെയും പ്രശ്നം അതാ. തലേന്ന് രാത്രി വരെയും വേറെ ലോകത്തിലായിരുന്നു. പിന്നെ നിർബന്ധം, പപ്പയും മമ്മിയും നിർബന്ധം കെട്ടിപ്പിടിച്ചു അമ്മ കൊണ്ടുപോയി കെട്ടി ഇട്ട് കല്യാണം കഴിപ്പിക്കുക. സൗരന്മാരെ, തലേന്ന് രാത്രി വരെ നമ്മൾ പലറിയില്ലായിരുന്നു. ചോദിക്കുക, നിന്റെ അടുക്ക നിൽക്കുന്ന ഈ സഹോദരി നിനക്ക് നിന്റെ ഉടമ്പടിയുടെ ഭാര്യയെ സ്വീകരിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? നീ പറയുന്നുണ്ട്. നിന്റെ രഹസ്യവും പരസ്യമായ ജീവിതത്തിൽ എന്തെങ്കിലും കുഴച്ചിട്ടുണ്ടോ? ഇല്ലെന്ന് പറയും. ഉണ്ടായിട്ടാണ് നീ ഇല്ലെന്ന് പറഞ്ഞെങ്കിൽ ആ കവനന്റിന്റെ സ്റ്റേജ് നന്നരധികം മാറിപ്പോകും. ഈ കവനന്റിനകത്ത് പിശാചി കയറി പിന്നെ പതിയെ 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 പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് സഹോദരിമാരെ, 5-10 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 2-3 കൊല്ലം കഴിഞ്ഞ് ഒരു ഭർത്താവിന്റെ മുമ്പിൽ നീ ഉടമ്പടി ചെയ്യുന്നതിന് മുമ്പ് ഒന്നുമില്ലാത്തൊരു നിഷ്കളങ്ക മനസ്സാക്ഷിയോടെ നീ കവനന്റെ കൂട്ടി നിന്നാൽ നിന്റെ കുടുംബ ജീവിതത്തിൽ ദൈവം സഹായിക്കും. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ദൈവം നിന്നെ സഹായിക്കും. സഹോദരന്മാർ, അതുപോലെ നമ്മുടെയും കുടുംബ ജീവിതത്തിനകത്ത് കയറുന്ന ആ നിമിഷങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, കർത്താവ് നമ്മളെ സഹായിക്കും. നമ്മൾ ഉടമ്പടികൾ ഭയങ്കര വിശ്വസ്തമായിരിക്കണം. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ പ്രാർത്ഥിക്കണം. നീ പറയുന്നത് മനസ്സിലാകുന്നു. നിങ്ങൾ ഇപ്പോഴേ പ്രാർത്ഥിക്കണം. ഈ കാര്യങ്ങളൊക്കെ പറയാൻ കർത്താവിന്റെ കൃപ വലിപ്പം ഭയങ്കര പ്രാവശ്യം. ഹല്ലേലൂയ. അവൻ എന്റെ വൈഫ് 28ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. ഞാനന്ന് 30ാമത്തെ വയസ്സായിരുന്നു. 8 വർഷത്തെ പ്രാർത്ഥന എന്റെ ഭാര്യ. ഞാൻ അത്രയും പ്രാർത്ഥിച്ചില്ല. 8 വർഷത്തോളം പ്രാർത്ഥിച്ചു. 20ാമത്തെ വയസ്സിലുള്ള പ്രാർത്ഥിച്ചോളൂ ഭർത്താവിന് വേണ്ടി. അമ്മ അവിടെ ദൈവം കാണിച്ചു കൊടുത്തു. കല്യാണം നടത്തി ഭയങ്കര ബ്യൂട്ടിഫുൾ. വളരെ ഞങ്ങൾ ഇപ്പോഴും ഭയങ്കരമായിട്ട് കർത്താവിന്റെ കൃപയെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഞങ്ങൾ ആസ്വദിക്കും. അമ്മേ, പലയിടത്തും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചെന്നപ്പം പ്രശ്നം തുടങ്ങിയത് കോളേജിലായിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? കമോ, നമുക്ക് ഉടമ്പടിയിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. അതെ, ഈ ദാവീദ് പറഞ്ഞിട്ട് നീ എന്റെ ദീപത്തെ കത്തിക്കും എന്ന് പറഞ്ഞ, നീ എന്റെ ദീപത്തെ കത്തിക്കും എന്നൊക്കെ പറഞ്ഞ, നീ എന്റെ ദീപത്തെ കത്തിക്കും എന്നൊക്കെ പറഞ്ഞേ. ആരാ നമ്മുടെ ദീപത്തെ കത്തിക്കല്ലേ? ദൈവം കത്തിച്ചെങ്കിൽ ലോകത്തിൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ഉറപ്പുണ്ടോ? ദൈവം കത്തിച്ചെങ്കിൽ സാരമില്ല. അമ്മേ, ലോകത്തിലെ ആ വെള്ളം തരാൻ നോക്കുക. ഞാനത് വെള്ളം കുടിക്കുന്നവളല്ല. ശ്രദ്ധിച്ചേ, ഞാൻ ഈ അവസാനത്തെ ദൂത് പറഞ്ഞ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് ഇന്ന് രാത്രി വേറൊരു കൂട്ടം ലാസ്റ്റ് ഈ വയസ്സ് ലാസ്റ്റ് മീറ്റിംഗ്. നീ എന്റെ ദൈവത്തെ ദൈവമാണ് നമ്മളെ കത്തിച്ചത്. അത്ര പേർക്ക് ബോധ്യമുണ്ട്. ബോധ്യമുള്ള കൈ എന്നതാണ് ദൈവം എന്നെ കത്തിച്ചത്. അങ്ങനെയാണെങ്കിൽ നിന്നെ അണയ്ക്കാൻ ലോകത്തിൽ ഒരുത്തരും പറ്റത്തില്ല. അണയ്ക്കാൻ പറ്റത്തെന്ന് പിശാചിന് അറിയാം. അതുകൊണ്ട് പിശാച് എന്താ ചെയ്യുന്നറിയോ? പിശാച് നമ്മളെ ഒതുക്കാൻ ശ്രമിക്കും. പിശാച് നമ്മളെ, ദൈവം പറഞ്ഞു, ഉപ്പ് കാരമില്ലെങ്കിൽ ഒന്നുകൊണ്ട് ഗുണമില്ല. ഇപ്പൊ AC ഇട്ടിട്ടുണ്ട്, തണുപ്പില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? കത്തി പക്ഷെ പ്രകാശം പുറത്തു വരുന്നതിന് വല്ല കാര്യമുണ്ടോ?
അതുകൊണ്ട് പുതിയ നിയമത്തിലേക്ക് വന്നിട്ട് യേശു ഒരു ദൂത് പറഞ്ഞു. ആ ദൂത് അതിന്റെ പകൽ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവിടെ നിർത്തുന്നുണ്ട്. പുതിയ നിയമത്തിൽ വന്ന് യേശു പറഞ്ഞ ദൂതുണ്ട്, വിളക്ക് കത്തിച്ച് ആരും പാത്രം കൊണ്ട് മൂടാറില്ല. വിളക്ക് കത്തിച്ച് ആരും പറയുടെ കീഴിൽ വെക്കാറില്ല. വിളക്ക് കത്തിച്ച് ആരും നിലവറയിൽ വെക്കാറില്ല. വിളക്ക് കത്തിച്ച് ആരും കട്ടിലിന്റെ കീഴിൽ വെക്കാറില്ല. മനസ്സിലാവുന്നുണ്ടോ? 4 പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് നിന്നിലെ പ്രകാശത്തെ നശിപ്പിച്ച് കളയുന്നത്. 1 കട്ടിൽ, 2 പറ, 3 നിലവറ, 4 പാത്രം. ഭയങ്കര 4 ശക്തമായ ആത്മീയ ഉപദേശങ്ങളാണ്. ഒരൊറ്റ പദം മാത്രം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണം. അപ്പൊ ഇന്നത്തെ സമയമാവും. ഹല്ലേലൂയ. നിങ്ങൾ അടുത്ത പ്രാവശ്യം ഞാൻ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്പിരിച്വൽ ഫാദർ ആയിരിക്കും. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഞാൻ ചോദിക്കും, തന്റെ ഇടത്തോടെ പറയണം. സ്പിരിച്വൽ ഫാദർ ആരാന്ന് ചോദിച്ചാൽ പറയാൻ നിനക്ക് സ്പിരിച്വൽ ഫാദർ മെന്റർമാര് കാണണം. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ഉള്ളതുപോലെ ആയിരിക്കില്ല നിങ്ങൾ അടുത്ത പ്രാവശ്യം. അവന്മാരെ നിങ്ങൾക്ക് സ്പിരിച്വൽ ഫാദേഴ്സ് കാണണം. ആമേൻ. നിങ്ങൾ എത്ര പ്രായമുള്ളതാണെങ്കിലും സാരമില്ല. ചിലപ്പോൾ നിങ്ങളുടെ സ്പിരിച്വൽ ഫാദർ എന്ന് പറയുന്നത് പ്രായം കുറഞ്ഞ ആളായിരിക്കും. അതൊന്നും വിഷയമുള്ളതല്ല. പക്ഷെ നിങ്ങളുടെ വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. പറഞ്ഞത് കിട്ടുന്നുണ്ടോ? ഓക്കെ. ഈ എന്താ പറയുന്നത്, ഈ ദൈവരാജ്യത്തിന്റെ ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ ഇപ്പൊ നമുക്ക് തോന്നേണ്ട ആവശ്യമില്ല. ഈ നമ്മുടെ ദീപം അണയാതിരിക്കാൻ, നമ്മുടെ അകത്തെ പ്രകാശം പുറത്തു വരാതിരിക്കാൻ 4 പ്രധാനപ്പെട്ട ഏരിയയിലായിരുന്നു ഈ ശിഷ്യന്മാരുടെ ഇതെല്ലാം കടന്നു. നിലവറ എന്ന് പറഞ്ഞാൽ അറിയാം. നിലവറ നമ്മുടെ നാട്ടിലേക്ക് നിലവറ എന്ന് പറഞ്ഞാൽ എന്തോ അതിന് പറയുന്നത്. നിലവറയ്ക്ക് എന്തോ പറയുന്നത് ഇംഗ്ലീഷിൽ സ്റ്റോർ. ഓക്കെ, മേ ബി അങ്ങനെ ആയിരിക്കാം. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ നല്ലൊരു പദം എന്തുവാ? ഈ നിറവരെന്ന് പറഞ്ഞാൽ ഈ നാടറയും പൊരയൊക്കെ ഉള്ള വെള്ളത്തിൽ വീഴുകയില്ല. അതിന്റെ അകത്ത് കാണുന്ന തീരിട്ട് മുറിയ നിലവറയൊക്കെ പറഞ്ഞു. പണ്ടത്തെ ഈ ചെമ്പ് പാത്രങ്ങളും എന്തായാലും പറയാം, സെല്ലാർന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ ഒരു ട്രാൻസ്ലേഷൻ എനിക്ക് കിട്ടിയ കറക്റ്റ് സെല്ലാർന്ന് അത് പേര് കിട്ടി. അതിനകത്ത് നിൽക്കണം. അപ്പൊ ഈ സെല്ലാർ അല്ലെങ്കിൽ ഈ നിലവറ നമ്മുടെ നമ്മുടെ അഭിഷേകത്തിന് ഭയങ്കര വെല്ലുവിളിയാണ്. നമ്മൾ ഇവിടുത്തെ മോളിൽ വരുന്നത് ക്രിസ്ത്യൻ അല്ലയോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ക്രിസ്ത്യനെ വെച്ചാൽ എന്തോന്ന് പറയുന്നത് ഭയങ്കര രസം. അപ്പൊ ഈ വീടിനകത്ത് നമ്മൾ വന്ന് കയറുമ്പോ നമ്മളെ ഈ വീട്ടിനകത്ത് എല്ലാവരും കാണണമെന്ന് ആഗ്രഹിക്കുന്ന സാധനം മൊത്തം നാട്ടിൽ ഷോക്കേസ് ചെയ്തു. ക്രിസ്ത്യനായിട്ട് കിട്ടിയ സകല ട്രോഫിയിലാണ്. മനസ്സിലായോ? എല്ലാവരും അതിൽ പോലും നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ വന്ന് എല്ലാവരും കാണുമ്പോൾ ആഗ്രഹിക്കുന്ന എല്ലാം വെക്കുന്ന സ്ഥലമാണ് ഷോക്കേസ്, അല്ലെങ്കിൽ ലിവിംഗ് റൂമിൽ വെക്കും. മനസ്സിലാവുന്നുണ്ടോ? എന്റെയൊക്കെ വീട്ടിൽ നിന്ന് ആൽബം നിങ്ങൾ ആദ്യം തുറന്നാൽ കാണുന്ന റൈനാൻ ബോംബയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റ് ഇംപ്രഷൻ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മൾ ആരെന്ന് മനസ്സിലാവും. മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊക്കെ ഫേസ്ബുക്കിൽ ഫ്രണ്ട് പേജ് നമ്മൾ ഈ ഫസ്റ്റ് സംഭവം കൊടുക്കത്തില്ലേ, ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ ലോർഡ് എന്നൊക്കെ ചിലരുടെയൊക്കെ എവിടെ അല്ലേ. ഇത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ ആദ്യത്തെ ഒരു സംഭവം കിട്ടാൻ വേണ്ടിയാണ്. മനസ്സിലാവുന്നത് പറയുന്നത് ഇത് നമ്മുടെ ഒരു ആദ്യ സംഭവം കിട്ടാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഈ വന്ന് കാണുമ്പോൾ ക്രിസ്ത്യനി ആണെന്ന് മനസ്സിലായിക്കോട്ടെ. കണ്ടോ, ഗോപികളെല്ലാം നിരന്നിരിക്കുകയാണ്. ഒരു എക്സ്ട്രാ ഓർഡിനറി ഗേൾ ഇതിനകത്തുണ്ട്. ഇത് നമ്മളെ പറയുന്നതിന്റെ കാര്യം നമ്മളെല്ലാ വീട്ടിലും സാധനം ഇരിപ്പുണ്ട്. പക്ഷെ ഇത് അവളുടെ വീട്ടിലാണ് ഞാൻ ഈ പറയുന്നത്. കൊച്ചു ഓട്ടത്തിന് കിട്ടിയ ട്രോഫി മുതൽ എല്ലാം ഇങ്ങനെ നിരത്തി വെച്ച് ശ്രദ്ധിച്ചേ. നിലവറ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ ആരും കാണാണ്ടാത്തതും കാണണമെന്ന് ആർക്കും താല്പര്യം ഇല്ലാത്തതും കാണിച്ചാൽ ക്രിസ്ത്യനയുടെ മുഴുവൻ അഡ്രസ്സും പോകുന്നതുമായ അവളുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് നിലവറ. മനസ്സിലാവുന്നുണ്ടോ? നിന്റെ അഭിഷേകം ഏറ്റവും അധികം വരുന്നത് ഞെരുങ്ങുന്നത് നിലവറയ്ക്ക്. കിട്ടുന്നുള്ള ഞാൻ പറയുന്നത് നമുക്ക് തന്നെ അറിയാം. നമ്മുടെ നിലവറ എത്ര ഭീകരമാണ്. ഇന്ന് പകൽ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാം. ആ നിലവറ പൊളിയണം. നിന്റെ രഹസ്യവും പരസ്യവും ജീവിതം ഒരുപോലെ ആയിരിക്കണം. നീ എന്താ പരസ്യത്തിൽ കാണുന്നത് അത് തന്നെ ആയിരിക്കണം നീ രഹസ്യത്തിൽ. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? പലരുടെയും ഷോക്കേസ് വളരെ കൃത്യമാണ്. അമ്മേ അതെ ഇങ്ങനെ പോയിട്ടിരിക്കുന്നു. ഷോക്കേസ് അല്ല അല്ല എന്നെ കണ്ട എന്താ കുഴപ്പം, നല്ല ഹാൻസം മീശയൊക്കെ എടുത്തിട്ടുണ്ട്, നല്ല സെറ്റപ്പാണ്.
ഒരു പ്രവാചകൻ വന്ന് നോക്കിയാൽ നല്ല 2 ദൂത് പറയണ സെറ്റപ്പ് അല്ല നിന്റെ മുഖത്തും. പറയാം, ഒരു പ്രവാചകൻ വന്ന് നോക്കിയാൽ നല്ല 2 ദൂത് പറയണ എല്ലാ സെറ്റപ്പും നിനക്കുണ്ട്. പക്ഷെ എന്റെ മോനെ ദൈവം കാണുന്ന ഈ ഷോക്കേസേ അല്ല. ദൈവം കാണുന്ന മുഴുവൻ നിന്റെ രഹസ്യങ്ങൾ ദൈവം തന്നെ കൊണ്ട്. നമ്മളിൽ പലരും നിരങ്ങുന്ന ഇവിടെ ആ നിലവറകളിൽ കഥയ്ക്ക് ഇന്ന് വരെ നമ്മൾ ആരെയും കയറ്റി വിട്ടിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ മോളെ? ഇന്ന് രാവിലെ ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഭയങ്കര ഹെവിയായിരുന്നു. എത്ര പേർ അത് അനുഭവിക്കുന്നത് എനിക്കറിയത്തില്ല. എത്ര പേർ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത് എനിക്കറിയത്തില്ല. നമ്മുടെ പലരുടെയും ഷോക്കേസും വളരെ ക്ലിയറാണ്. സഭായോഗത്തിന് വരുമ്പോൾ നീ വളരെ വളരെ പെർഫെക്റ്റ്. വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ നീ വളരെ നല്ലയാണ്. പക്ഷെ കുഞ്ഞെ, നിന്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നു, നിന്റെ നിലവറകൾ അങ്ങനെയുണ്ട്. നിങ്ങളൊന്ന് മറുപടി പറയാതെ മോളെ, നിന്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന നിലവറ ഞങ്ങളെ ഒന്ന് കാണിച്ചിട്ട് നിനക്ക് വിട്ടിരിക്കാൻ പറ്റും. ഇങ്ങനെ എനിക്ക് പറഞ്ഞു മനസ്സിലാവുന്നു. ഇരിക്കുന്നവർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ആഞ്ചിയുടെ മോണം. പേരെന്താണ് മോനെ? പേര് മറന്നു. ജനിയെ, നിന്റെ നിലവറകൾ ഒന്ന് തുറന്ന് ഞങ്ങളെ ഒന്ന് കാണിച്ചിട്ട് അല്ലേ നിന്റെ ആ പേഴ്സണൽ അതിനെ കൂടെ ഇരിക്കാൻ പറ്റുമോ? എനിക്കിരിക്കാൻ പറ്റും. അത്ര ഭീകരമാണ്. അതിനകത്ത് ആരെയും ഞാൻ പലപ്പോഴും കയറ്റിവിട്ടിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ നിലവറകൾ സത്യത്തിൽ നമ്മുടെ പേരൻസിന് അറിയത്തില്ല. നമ്മുടെ നിലവറകൾ സത്യത്തിൽ നമ്മുടെ പാസ്റ്റേഴ്സിന് അറിയത്തില്ല. ഭർത്താക്കന്മാരുടെ നിലവറകൾ പലതും ഭാര്യമാർക്ക് അറിയത്തില്ല. ഭാര്യമാരുടെ പലതും ഭർത്താക്കന്മാർക്ക് അറിയത്തില്ല. പക്ഷെ നിന്റെ അഭിഷേകം ഏറ്റവും അധികം ഞെരുങ്ങുന്നത് ഇവിടെയാണ്. നിന്റെ പ്രാഗൽഭ്യം മുഴുവൻ വെല്ലുവിളിക്കപ്പെടുന്നത് ഇവിടെയാണ്. ഒരു അധികാരത്തിന്റെ ശുശ്രൂഷ നിനക്ക് ചെയ്യാൻ പറ്റാത്തത് ഇവിടെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രവാചകന്മാരുടെ മുമ്പിൽ നിനക്ക് ധൈര്യത്തോടെ നിൽക്കാൻ പറ്റാത്തത് ഇവിടെയാണ്. ഞാൻ രാവിലെ വീട്ടിൽ കയറിയപ്പോൾ വീട്ടിലെ ആളുകൾ പറഞ്ഞത് പ്രവാചകന്മാർ വരുന്നത് പറയുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പേടിയാണ്. എന്തൊരു പേടിയാണ്? എന്തിനു പേടിക്കണം? കണ്ട നല്ല നല്ല കുഞ്ഞുങ്ങൾ, നല്ല കുഞ്ഞുങ്ങൾ. ഇന്ന് പകൽ നമ്മുടെ നിലവറകളെന്ന് പൊളിക്കാൻ നമ്മൾ തയ്യാറായാൽ ഇതിനകത്തും നമ്മുടെ അഭിഷേകം അടയപ്പെട്ട് കിടക്കാം. പിശാചിനറിയാം ഒരു കാരണവശാലും നമ്മളെ അണയ്ക്കാൻ ഒക്കത്തില്ല. കാരണം കത്തിച്ച് ദൈവം. മനസ്സിലാവുന്നുണ്ടോ? നിന്നെ അണയ്ക്കാൻ ഒക്കത്തില്ല മോളെ. എന്താ പിശാചിന്റെ ആഗ്രഹം? നീ കത്തിക്കോ. നീ കത്തുന്ന ആരെയും അറിയിക്കാതെ നിന്നെ ഏതെങ്കിലും നിലവറയ്ക്കകത്തേക്ക് കയറ്റും. എന്നിട്ട് ആ നിലവറയ്ക്കകത്തിരുന്ന് നീ കത്തും. ആരും അറിയുന്നില്ല. നീ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ കരയുന്നുണ്ട്, നീ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അമ്മേ, കർത്താവ് പുതിയ നിമിത്തത്തിൽ വന്നിട്ട് പറഞ്ഞു, ദീപം കത്തിച്ച് ആരും നിലവറയിൽ വെക്കത്തില്ല. അമ്മേ, ഇന്ന് പകൽ പരിശുദ്ധ ആത്മാവിനെ നീ അനുവദിക്കാൻ തയ്യാറായ. പത്രോസ് കിടന്ന കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങി വന്നവനെ പുറത്തിറക്കിയവൻ ഇന്ന് രാവിലെ നിങ്ങളുടെ നിലവറയ്ക്കകത്തേക്ക് ഇറങ്ങി വന്നു. എന്റെ കൂടെ ഉണ്ടോ? നിങ്ങളൊന്ന് മനസ്സ് നോക്കണം. ഇത് ഞാൻ പറഞ്ഞു, ഇതൊരു പ്രസംഗമല്ല. നിങ്ങളതൊരു പ്രസംഗമല്ല. ഈ ജനം വിടുവിക്കാൻ പഠനവും ഇതൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. അതെ, നിലവറകൾ ഒന്നുമില്ലെങ്കിൽ കുഞ്ഞ് നിനക്ക് ധൈര്യത്തോടെ ഏത് പ്ലാറ്റ്ഫോമിൽ നിൽക്കാം. നമുക്ക് പലപ്പോഴും കർത്തമേശന് മുമ്പിൽ വരുമ്പോൾ നമ്മുടെ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു പോകുന്നു. മനസ്സിലാവുന്നുണ്ടോ? പല ദൈവദാസന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു. നമുക്ക് ഈ വിഷയത്തിൽ മാത്രം ഇൻട്രസ്റ്റ് ഇല്ല. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തെല്ലാം വിഷയങ്ങളുണ്ട്. അതിനകത്ത് നമുക്ക് ഉറക്കം വരത്തില്ല. അവിടെ നമുക്ക് ക്ഷീണം വരത്തില്ല. ദൈവ വിഷയത്തിൽ പറയുമ്പോൾ നമുക്ക് ക്ഷീണവും നമുക്ക് ഉറക്കം. എന്താ കാര്യം അറിയാമോ? ഭയങ്കര നിലവറകൾ ഇങ്ങനെ കിടക്കുക. നിങ്ങൾക്ക് കയറി ഒന്ന് പൊളിക്കാൻ പറ്റിയാൽ നിങ്ങൾ പ്രയോജനപ്പെടും. അതല്ലെങ്കിൽ 5 or 6 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ എങ്ങും എത്തത്തില്ല. കുറെ പ്രസംഗം കേൾക്കും. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്രായത്തിൽ ഇപ്പൊ 36ാമത്തെ വയസ്സിലാണ് കർത്താവിനെ പ്രയാണിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ചെറുപ്രായത്തിൽ ഞങ്ങളുടെ സാധാരണ ഗ്രാമത്തിൽ ഞങ്ങളെയൊക്കെ ഒരു കുഞ്ഞിനെ എന്റെ പെങ്ങളെ അവള് രാത്രി നേരത്തെ കയറി കിടക്കും, അമ്മയും സുഖമില്ല നേരത്തെ കയറി കിടക്കും എന്ന് പറഞ്ഞാൽ അവൾ വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് കയറുക. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ഇവളുടെ വീട്ടിൽ ഇവള് മമ്മി ഞാൻ നേരത്തെ കിടക്കുമെന്ന് പറഞ്ഞ് കയറി കഴിഞ്ഞാൽ ഇവൾ പോകുന്ന ഏതോ ലോകത്തിലേക്കാണ്. അവളുടെ മൊബൈൽ, അവളുടെ നെറ്റ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? നിലവറകൾക്കകത്തേക്ക് വരെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ തലമുറയുടെ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു.
പ്രാഗൽഭ്യത്തോടെ ഇന്ന് പകൽ നിൽക്കാൻ നിന്റെ നിലവറകളെ ഇന്ന് പൊളിച്ചേ. നീ എന്താ പരസ്യം അത് തന്നെ ആകട്ടെ രഹസ്യം. കർത്താവ് പറഞ്ഞ ഓർമ്മയില്ലേ എന്ന് പറഞ്ഞാൽ എന്താ? 10 കന്യകമാർ യേശുവിനെ എതിരേൽക്കാൻ പുറപ്പെട്ടു. 10 കന്യകമാർ. കുറച്ചുപേരുടെ കയ്യിൽ വിളക്കുണ്ടായിരുന്നു, എണ്ണയുണ്ടായിരുന്നു. പക്ഷെ അടുത്തൊരു ഗ്രൂപ്പിന്റെ കയ്യിൽ വിളക്കോട് കൂടെ എണ്ണയുണ്ടായിരുന്നു. ആരും കാണാത്ത ഒരു സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഞാനതിന് എങ്ങനെയാണ് പ്രസംഗിക്കുന്നത്? വിളക്കിലെ എണ്ണ നിന്റെ പരസ്യ ജീവിതമെങ്കിൽ വിളക്കോട് കൂടി കരുതിയ എണ്ണ നിന്റെ രഹസ്യ ജീവിതം. അതാരും അറിയുന്നില്ല. എല്ലാരും കാണുന്ന അവൻ വിളക്കിലെ എണ്ണയാണ്. ഭയങ്കര കത്തല, ഭയങ്കര ബും 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 നിൽക്കും. സ്റ്റേജിലേക്ക് 5 മിനിറ്റ് കൊടുത്തു നോക്കണം. കത്തിച്ച് മറിച്ച് തകർത്തിട്ട് ഇറങ്ങി വരും. പാസ്റ്റർക്കാരൊക്കെ ഭയങ്കര ഫയർ ആയിരിക്കും. അതെ, തകർത്ത് വാരി തടങ്ങി വരും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എനർജിയും പോയി, എല്ലാം തീർന്ന് വീക്കായി. പക്ഷെ വിളക്കോട് കൂടി കരുതുന്ന എണ്ണയുണ്ട്. അത് പാസ്റ്റർ അറിഞ്ഞില്ല, അത് കൂടെ കിടന്ന് ഉറങ്ങിയത് അറിഞ്ഞില്ല. കാഹളം ഒരിക്കുന്ന സമയമായപ്പോൾ വിളക്കോടെ കൂടെ കരുതിയത് എണ്ണയെടുത്ത് സൂക്ഷിച്ചു. കമോൺ കുഞ്ഞുങ്ങളെ, ഈ പൊതുജീവിതത്തിന് അപ്പുറം ഒരു രഹസ്യ ജീവിതം അത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എന്താ പറയാൻ വന്നേ, നമ്മൾ ഈ ചുമ്മാതെ ഒരു വിശുദ്ധി എന്നൊക്കെ പറയുന്നത് അതല്ല. ഞാൻ പറഞ്ഞ ദൈവരാജ്യത്തിൽ നിനക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയാൽ എന്റെ മോനെ ലോകത്തിൽ കിട്ടുന്നതിനേക്കാൾ സൂപ്പർ എൻജോയ്മെന്റ് നിനക്ക് യേശുവിലൂടെ കിട്ടും. ആമേൻ. ഞാൻ വെള്ളം അടിച്ചിട്ടുള്ള ആളാ, ഇഷ്ടം പോലെ അടിച്ചിട്ടുള്ള ആളാ. പക്ഷെ ആത്മലഹരിക്കകത്ത് കിട്ടുന്ന ഒരു സുഖം അതിനെ കിട്ടിയിട്ടില്ല. വീഞ്ഞു കുടിച്ച് മത്ര എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? ആത്മലഹരിക്കകത്ത് ഒരു സുഖമുണ്ട്. പരിശുദ്ധിയാത്മാവിന്റെ കൂടെ നടക്കുമ്പോൾ ലഭിക്കുന്നത് അത് അതിനകത്ത് കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ദൈവരാജ്യം ഇതുപോലെ സ്ട്രോങ് ആണ്. നിങ്ങളൊന്ന് കയറി നിൽക്കാൻ മാത്രം ശ്രമിച്ചാൽ മതി. ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ നിലവറകളെ പൊളിക്കണം. ആമേൻ. മനസ്സിലാവുന്നു നമ്മളെ? നീ എന്താ ഈ കാണുന്നത്? ഈ ഷോക്കേസ് എന്താ? അതായിരിക്കണം നീ. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്ത്യന്റെ ഈ ഷോക്കേസ് എന്താ? നമ്മളെ അതായിരിക്കണം നീ. പേഴ്സണലും രഹസ്യവും പരസ്യവുമായ എല്ലാ ജീവിതത്തിൽ ഇതാണ് നീ എങ്കിൽ ഞാൻ ഉറപ്പ് തരാം, 5 or 10 വർഷം കഴിയുമ്പോൾ നീ ഒരു ദൈവരാജ്യത്തിലെ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ഫിഗർ ആയിട്ട് ദൈവത്തിലേക്ക് അതിനെ മാറ്റും. ഒത്തിരി പേര് യോഗത്തിൽ ചാടി പറയുന്നു, യോഗം കഴിഞ്ഞ ആരെയും കണ്ടില്ല. ഒത്തിരി പേര് കൺവെൻഷൻ ഉണ്ടായിരുന്നു, കൺവെൻഷൻ കഴിഞ്ഞ ആരെയും കണ്ടില്ല. അതെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഒറ്റപ്പാത ഞാൻ പൊട്ടോളൂ. നിലവറ അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതിൽ കൂടുതലൊന്നും പ്രസംഗിക്കാൻ നിങ്ങൾ എനിക്ക് പ്രസംഗിക്കാനില്ലായിട്ടല്ല, പക്ഷെ ഇതിന്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ നിങ്ങളെ വിളിച്ച് പ്രസംഗിക്കാനോ വഴക്ക് പറയാനൊന്നുമല്ല ഞാൻ നിങ്ങളെ വിളിച്ച് വരുന്നത്. നിങ്ങളിന്ന് കാണണം, അത് നിങ്ങളൊന്ന് കാണണം. ദാറ്റ്സ് ഓൾ. നല്ല നാളെ രാവിലെ പോയി നിങ്ങൾ വിശുദ്ധനാകണമെന്ന് പറഞ്ഞ് നടക്കത്തില്ല. നിങ്ങൾ ട്രൈ ചെയ്യുക. ഒരു ദിവസം കൊണ്ടൊന്നും പറ്റത്തില്ല. മെനക്കെടുക. അതെ, അടുത്തൊരു തലത്തിലേക്കൊക്കെ പോവാന്ന് പറഞ്ഞാൽ അവൻ എന്ത് അടുത്ത തലം എന്നൊക്കെ പറഞ്ഞാൽ ഈ കേരളത്തിൽ പ്രസംഗിട്ടിരുന്ന ഞാൻ ദുബൈ ഒന്ന് പ്രസംഗിക്കുന്നൊന്നുമല്ല. അടുത്ത തലം, അടുത്ത തലം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെയൊക്കെ ധാരണയാണ്. അടുത്ത തലം എന്ന് ഞാനിങ്ങനെ പറയും, ഇന്നലെ തോറ്റ പാപത്തെ ഇന്ന് നീ ജയിക്കുന്നെങ്കിൽ നീ അടുത്തൊരു തലത്തിലാണ് നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇന്നലെ തോറ്റ് നമ്മളാണ്, പക്ഷെ ഇന്ന് വരെ ജയിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത തലത്തിലേക്ക് പോവാം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ഫൗണ്ടേഷൻ സ്പിരിച്വൽ ഫാദർ. ഈ തലമുറയ്ക്ക് വളർന്നു കയറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പിരിച്വൽ ഫാദർ. അതില്ലെങ്കിൽ നിങ്ങൾ എങ്ങും എത്തത്തില്ല. അല്ലേ? കർത്താവ് നിങ്ങൾക്ക് നല്ല മൂവ്മെന്റ് തരികയാണ്. നമുക്ക് വല്ലപ്പോഴും ഒരുമിച്ച് കൂടി വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? പിന്നെ ചർച്ചില്ല, പാഷന്മാരില്ല, ഡിനോമിനേഷൻ ഇല്ല, ഒന്നും ഇല്ലാത്തില്ല. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇതിനകത്ത് വന്നിരുന്ന് ചുമ്മാ വഴക്ക് കുറച്ചതിനും ബഹളത്തിലേക്ക് പോകാനും ഒരുമിച്ച് സൗരന്മാരെ നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുക, പ്രാർത്ഥിക്കുക. സൗരന്മാരെ ഷെയർ ചെയ്യുക, പ്രാർത്ഥിക്കുക. ഒരു നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ് ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ പറ്റട്ടെ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അങ്ങനെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് വർഷത്തിൽ 8 10 തവണ ഉപയോഗിക്കുന്ന ആളാണ് കഴിഞ്ഞ 4-5 വർഷമായിട്ട്. അമ്മേ, ഞാൻ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ കൂടാം. അമ്മേ, പൈസയുടെ സമയമൊന്നും കൂടെ വേണ്ട. അമ്മേ, ഉണ്ടാക്കണമെങ്കിൽ ഇതിന് മുമ്പേ ഉണ്ടാക്കണം. അമ്മേ, കഴിഞ്ഞ വർഷത്തെ മിനിസ്ട്രി കഴിഞ്ഞ 36 പേരാ നടത്തവും പള്ളിയിൽ ഇറങ്ങി സ്ഥാനപ്പെട്ട 36 പേര്. കഴിഞ്ഞ വർഷത്തെ ഒക്ടോബറിലെ മീറ്റിംഗ് കഴിഞ്ഞ് 36 പേരാ മാർത്തോമ കുടുംബത്തിൽ ഇറങ്ങി സ്ഥാനപ്പെട്ടു. ഞാൻ അവരെ പോയി കണ്ടു. വേണമെങ്കിൽ അവരുടെ പാസ്റ്റർ റൈസിന് താല്പര്യമില്ല. അമ്മേ, അവരെ വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തിച്ചു. അമ്മേ, 36 പേരെ കിട്ടിയ കൊള്ളത്തില്ല. ഇതിന് പാസ് 10 പേരുണ്ടെങ്കിൽ കൂടെ സപ്പോർട്ടൊക്കെ ആൾക്കാർ തുടങ്ങണമെങ്കിൽ പല വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങാറുണ്ട്. എന്റെ മനസ്സിൽ അങ്ങനെ അജണ്ടയില്ല.
നിങ്ങളെ ആരെയെങ്കിലും ഞാൻ എന്നെങ്കിലും നിങ്ങളുടെ ലോക്കൽ ചർച്ചിൽ നിന്ന് പിരിക്കുന്നു എന്ന് തോന്നുകയാണ്, അന്ന് നിങ്ങൾ എന്നെ ഒഴിവാക്കി വേണം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? നിന്റെ ലോക്കൽ ചർച്ചയിൽ നിന്ന് നിന്നെ പിരിച്ചുകൊണ്ട് എന്റെ അടുത്തോട്ട് നിന്നെ വെറുത്തൊന്നും തോന്നിക്കണം, അന്നേരം നിന്നെ ഒഴിവാക്കി പോകണം. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് ഒരിക്കലും കലക്കത്തിന്റെ ആത്മാവല്ല. അതെ, നിങ്ങളുടെ പരസ്പരം ആരെയും വിളിക്കരുത്. എന്തിനാ ഈ നമ്മളിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിനാ? ഈ അഭിഷേകമായിട്ട് നീ ചന്ദ്ര ചർച്ച പോയി നിന്റെ ചർച്ചനകത്ത് നീ ഒരു വിപ്ലവം ഉണ്ടാക്കണം. കമോ അമേ. തോറ്റുപോയ ആൾക്കാരെ എല്ലാവരും കണ്ടിട്ടുണ്ട്, ജയിക്കുന്ന കുറെ ആൾക്കാരെ നമുക്ക് കാണും. നമ്മളിവിടെ ഒന്ന് പ്രാർത്ഥിക്കും, നമുക്ക് ചിലപ്പോൾ നമ്മുടെ വിഷയങ്ങൾ അവിടെ പ്രാർത്ഥിക്കാൻ ആൾ കാണത്തില്ല. മോളെ നീ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നു, നിന്റെ ചർച്ചനകത്ത് നിന്റെ ചില സഹോദരിമാർ നിന്റെ വ്യത്യാസം കാണട്ടെ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടായ്മ ഇവിടുത്തെ ആത്മീയ നേതൃത്വം അംഗീകരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ആരും വലിയ ഇതില്ല, അവരുമാ പോയെന്ന് പറയാം, നിന്നെ വിളത്തല്ല വീട്ടിൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതിനെ അങ്ങനെ ആണെങ്കിൽ നമുക്ക് പയ്യൻ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സ്കൂളിൽ, നമ്മുടെ കോളേജിൽ, നമ്മുടെ വീട്ടിൽ കൂടി. നാളെ ചിലപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും നല്ല ക്രമീകരണത്തിൽ കൂടാൻ അവസരം തരും. നമുക്കിവിടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ എല്ലാ സഭകളെ ഒരുമിപ്പിച്ച് നിർത്താൻ നിങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് പറ്റും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? തമ്മിൽ പിരിയാതെ കർത്താവിന് വേണ്ടി നിൽക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ഞാനൊരു വാക്ക് നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പോകാം, നമ്മുടെ നിലവറകളൊന്ന് പൊളിയാൻ വേണ്ടി മാത്രം. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ യോഗം കഴിഞ്ഞിട്ട് വ്യക്തിപരമായി പ്രാർത്ഥന ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും പേഴ്സണൽ വിഷയങ്ങൾ എന്നോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ അതിന് തയ്യാറാണ്. ഒരു 1/2-3 മണിക്കൂർ ഞാൻ നിങ്ങളുടെ കൂടെ കാണും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ആ നിലകളിൽ നിങ്ങളെ പ്രാർത്ഥിച്ച് സഹായിക്കാം. 2 കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. ഒന്ന്, നിങ്ങളുടെ സ്പിരിച്വൽ ഫാദറിനെ അടുത്തിട്ട് തട്ടിയിട്ട് പറ, സഹോദരിമാർ തമ്മിൽ തട്ടിയിട്ട് പറ, നിങ്ങളുടെ സ്പിരിച്വൽ ഫാദറിനെ കണ്ടെത്തണം. നിങ്ങളുടെ ആത്മീയ പിതാവിനെ നിങ്ങൾ കണ്ടെത്തണം. ആ പിതാവ് നിങ്ങളെ വളർത്തട്ടെ. ചിലപ്പോ ചെവിക്ക് പിടിക്കും, അമ്മേ, ചിലപ്പോ വഴക്ക് പറയും, ചിലപ്പോ അടിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ വീട്ടിലാ വളരുന്നെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യം കാണും. അതെ, വഴി വളർന്നവന് ആരോഗ്യം കാണും, വീട്ടിൽ വളർന്നവന് ആരോഗ്യം കാണും. ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്റെ അത്രയും വണ്ണമുള്ളതല്ല, കൊച്ചായിരിക്കും. അതെ, പക്ഷെ വിഷയത്തെ നേരിടുന്ന രീതിയാണ് ഈ ആരോഗ്യം എന്ന് പറയുന്നത്. അമ്മേ, നമുക്ക് പ്രാർത്ഥിക്കും എല്ലാവർക്കും.